കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തുടരുകയാണ്. എവിടെ അവസാനിക്കും എന്നും എനിക്കറിയില്ല. വിവിധ വിഷയങ്ങൾ മനസ്സിലുണ്ട്, പക്ഷെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് പുസ്തകങ്ങളൊക്കെ എനിക്ക് വായിച്ചു തീർക്കേണ്ടതുണ്ട്, വായിച്ചിട്ടില്ല. ഈ അടുത്ത് എന്നെ ഫോണിൽ വിളിച്ച് വാട്സപ്പിലൊരു മെസ്സേജ് വന്നു. പുസ്തകം വായിച്ചതൊക്കെ നന്നായിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കാര്യം മനസ്സിലായി. ഞാൻ വിവേകാനന്ദൻ സർഗാത്മക സന്യാസത്തിൻ്റെ ശില്പി എന്ന KS സദാനന്ദൻ്റെ പുസ്തകം ഞാൻ വായിച്ച് റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് പേജുകൾ വായിച്ചിട്ടുള്ളൂ. നല്ല രീതിയിൽ വായിച്ച് ഒരു വിവേകാനന്ദനെ കുറിച്ച് ഇപ്പോൾ വിമർശനമുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വിവേകാനന്ദനുമുണ്ട്. അപ്പോൾ ഈ സാമൂഹ്യ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് വായിച്ച് തീർക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും മടുപ്പെന്ന് വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയും പറ്റാണ്ട് വരും. അതുകൊണ്ട് കേശവാനന്ദൻ്റെ വിവേകാനന്ദൻ സർഗാത്മക സന്യാസത്തിൻ്റെ ശില്പി എന്നുള്ള പുസ്തകം ഇപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ സദാനന്ദൻ്റെ പരിഹാസം ഞാൻ ഏറ്റെടുക്കുന്നു, പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ഇത് വായിച്ച് തീർക്കണം, വെറുതെ ഒരു വായിച്ച് തീർക്കലല്ല. കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൽ ഇനി ആഖ്യാനം നടത്താൻ, പുനർചിന്തന നടത്താൻ, ഈ ആശയലോകമൊക്കെ ഒന്ന് കൃത്യമായിട്ട് അടരുകളായി അന്വേഷിക്കാനൊക്കെ ഉള്ളൊരു ശ്രമം വേണം എന്നാണ് ആഗ്രഹം. അത് കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെ NP ചന്ദ്രശേഖരൻ്റെ ഒരു ഗീതാഞ്ജലി വിവർത്തനവും എൻ്റെ പുസ്തകമൊക്കെ കയ്യിലുണ്ട്, വായന കഴിഞ്ഞിട്ടില്ല. കാടോർമ്മകൾ അയ്യോസണ്ണിയുടെ പുസ്തകം കുറച്ച് വായിച്ച് നിർത്തിയിരിക്കുകയാണ്. അഗസ്റ്റിൻ കുട്ടല്ലൂരിൻ്റെ നെഞ്ചിൽ പക്ഷിക്കൂടുള്ള ഒരാൾ എന്നൊരു പുസ്തകം, ഞാൻ അതിൻ്റെ കവിതകളൊക്കെ ചിലതൊക്കെ വായിച്ചിട്ടുണ്ട്, ചിലതൊക്കെ എനിക്ക് അന്ന് താല്പര്യപ്പെട്ടുള്ളതാണ്. അത് പൂർണ്ണമായി അതിനെ പറയാൻ ഞാൻ കൃത്യമായി പഠിച്ചു മാറ്റിയില്ല. അത് വേറെ ദിവസം ചെയ്യാൻ പറ്റുമെങ്കിൽ. അതുപോലെ തന്നെ അഗസ്റ്റിൻ്റെ തന്നെ ഗാന്ധി അംബേദ്കർ ബദൽ രാഷ്ട്രീയത്തിൻ്റെ നൈതിക പാഠങ്ങൾ, അതിൽ ചില വിമർശനങ്ങളും എനിക്കുണ്ട്. അത് ഞാൻ പിന്നീട് ഈ അടുത്ത കാലത്ത് PD പൗലോസ് എനിക്കൊരു പുസ്തകം കൊണ്ട് തന്നു. അത് വീട്ടിയായി അരങ്ങിൽ 100 വട്ടം എന്നാണ്. പക്ഷേ പൊതുവെ എനിക്കിപ്പോൾ ഈ വായിച്ചൊക്കെ അതിയായോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. വായിച്ചതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. ദിവസവും പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. കൂട്ടായ്മ ഈ നമ്മുടെ വീടുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പരിപാടികളാണ്, മാമോദീസ, പിന്നെ ഗെറ്റ് ടുഗദറുകളൊക്കെ. പക്ഷെ അടുപ്പം കുറഞ്ഞു വരുന്നതാണ്. നമ്മുടെ പുസ്തകങ്ങളുടെ കാര്യത്തിൽ തന്നെയാണ്. ഫിലിം ഫെസ്റ്റിവൽ ഞാൻ കുറേ കാണുമ്പോൾ അതിലത്തെ ഒരു അംശം നമ്മുടെ സമൂഹത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ജാതിയുടെയും മതത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വെറുപ്പിൻ്റെയും ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ എവിടെയാണ് ഇതൊക്കെ ഈ വായിച്ച് തീർക്കുന്നത്? ഇതെല്ലാം ഒരു ഗോഷ്ഠിയാണോ എന്നൊരു സംശയമുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. എല്ലാം അങ്ങനെ വിമർശന എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ വാസ്തവത്തിൽ എനിക്ക് ആകുല ചിത്രമാണ് ഞാൻ. എന്ത് ചെയ്യാം? നമ്മൾ പറഞ്ഞ ഞാൻ തന്നെ നമുക്ക് പറഞ്ഞ കാര്യം നടപ്പാക്കാൻ പറ്റുന്നത്, അതിന് കരുത്ത് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെയുണ്ട്. എന്തായാലും നമ്മൾ മനുഷ്യനായി പോസിറ്റീവായി ചിന്തിക്കണം. എപ്പോഴും വാതിൽ തുറന്നിടണം. നമ്മൾ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. ചെറുത് വാതിൽ തുറന്നിടുമ്പോൾ ചെറിയ പ്രകാശങ്ങൾ കടന്നു വരും. തീരെ നമ്മൾ അറിഞ്ഞു പോയി നമ്മൾ ഇല്ലാതായി പോകും. പിന്നെ അസുഖത്തിൻ്റെ കാര്യം, മരണത്തിൻ്റെ കാര്യമൊക്കെ വരും. ചിലപ്പോൾ അയ്യോസണ്ണിയുടെ പോസ്റ്റും ഞാൻ കാണാറുണ്ട്. അയ്യോസണ്ണിയുടെ പോസ്റ്റ് പലപ്പോഴും പോസിറ്റീവ്. ഈ അടുത്ത കാലത്താണ് അയ്യോസണ്ണി പിന്തിരിഞ്ഞ് അന്വേഷിച്ചു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ഈ അസുഖം വന്നതെന്നാണ് സണ്ണി ചോദിക്കുന്നത്. ഞാൻ ഇത്രത്തോളം സംഗതികളൊക്കെ ആയിട്ടും അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ ആ ചോദ്യത്തിന് ഒരു അർത്ഥമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ അതിനൊക്കെ കൂടുതലായിട്ടാവും ചോദിക്കുക. ഇപ്പോൾ അസുഖങ്ങൾ വരുന്നതും നന്മയും തിന്മയും യാതൊരു ബന്ധവുമില്ല. മദർ തെരേസയ്ക്കും അസുഖം വന്നു, രാമകൃഷ്ണ പരമഹംസർക്കും അസുഖം വന്നിട്ട് തന്നെ മരിച്ചത്. അപ്പോൾ ആരോഗ്യം, മനുഷ്യൻ നല്ലത് ചെയ്താൽ പോസിറ്റീവായി ആരോഗ്യം ഉണ്ടാവുന്നതാണ് വെപ്പ്. പക്ഷെ ചീത്ത ചെയ്താൽ അത് നെഗറ്റീവായിട്ട് പിന്നെ ആൾ ചത്തുകൊണ്ടേ. അങ്ങനെ കാണുന്നില്ല. ഗൗതമി ഇപ്പോഴും ചാവാണ്ടിരിക്കണം. ഇപ്പോഴും അത് ജയിലിൽ ചാടിയിട്ട് ആരെങ്കിലും പീഡിപ്പിക്കാനോ കൊല്ലാനോ വേണ്ടിയാണ് ചെയ്ത് ഭാഗ്യത്തിന് അദ്ദേഹത്തെ പിടികിട്ടി. മറ്റേ പെൺകുട്ടിയെ കൊന്ന രീതി അദ്ദേഹം പറഞ്ഞത് പായസം വഴിയിൽ കിട്ടുമ്പോൾ കുടിക്കാതിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അയാളുടെ അയാളുടെ ബാല്യകാലത്ത് കിട്ടിയിട്ടുള്ള പീഡനങ്ങളായിരിക്കാം അദ്ദേഹത്തെ ഈ രീതിയിലായിരിക്കുന്നത്. പക്ഷേ ഇത്തരം ആളുകളെ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. പക്ഷെ അതിൽ നിന്നൊരു മനഃശാസ്ത്രമായിട്ടുള്ള കാര്യം, ഇത്ര ആളുകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുന്നത് നമ്മൾ ബാധിച്ചതാണ്.
എല്ലാവരും ജയിലിൽ ഉണ്ടാകാൻ മാത്രം ജയിലുണ്ടാക്കിയാൽ ഇവിടെ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള സംവിധാനം ഉണ്ടാവണം. അതാണ് ഈ പുസ്തകങ്ങളും ഒക്കെ ഉണ്ടാക്കി തീർക്കുന്നത്. മറ്റൊന്നിപ്പോൾ ഞാൻ പറഞ്ഞത് സണ്ണിയിൽ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ സണ്ണിയോട് നേരിട്ട് പറയും കൂടി ചെയ്യണം. ഇപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ആൾക്ക് വിഷമാവുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ശരിയാണ്, പക്ഷേ സണ്ണി എടുക്കുന്ന ഈ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങാണ് സണ്ണിയുടെ ശക്തിയാവുന്നത്. ആർക്ക് എപ്പോഴാണ് അസുഖം വരാം, എനിക്കും വരാം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ ഡി പറഞ്ഞ് എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ വേഗം വേഗം തീർക്കണം. അപ്പോൾ സണ്ണിക്ക് പോരാടാനുള്ള ശക്തി, സണ്ണി വരാനുള്ള മാത്രമല്ല കാര്യമല്ല പറയുന്നത്. നമ്മൾ ഔചാരിതമായി ഓരോന്ന് വന്നാൽ നമ്മൾ പ്രയാസപ്പെട്ടു പോകും. അത് ശരി തന്നെയാണ്, അതിനതിജീവിക്കാൻ നിവൃത്തിയുള്ളൂ. പിന്നെ സാന്ത്വന വാക്കുകളൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഈ സണ്ണിയുടെ ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല ഞാൻ കാണുന്നത്. എൻ്റെ നാട്ടിൽ ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എപ്പോഴെങ്കിലും. അദ്ദേഹം ചെറുപ്പത്തിലൊക്കെ നല്ല മിടുക്കനായി നടന്നാണ്. ഇപ്പോൾ അസുഖമായി രണ്ടാമത് കിട്ടിയിട്ട് ഇപ്പം എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിഡ്നി ട്രബിൾ ഡയാലിസിസ് നടത്തണം. ഞാൻ ഒരു ഫേസ്ബുക്കിലിട്ടു, കാര്യമൊന്നുമില്ല, എല്ലാവരും വെറുതെ പറയുക അയാളെ സഹായിച്ചോ എന്നൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഡയാലിസിസ് ഒരാഴ്ചയിൽ 2 ഡയാലിസിസ് വേണം. അത് ഒരു ഡയാലിസിസിന് 2000 രൂപയാണ്. ആ 2000 രൂപ ആകുമ്പോൾ 4000 14000 രൂപ വേണം. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിനുള്ള മരുന്ന്, പിന്നെ ലിവർ സിറോസിന് അതിന് മരുന്ന്, പിന്നെ കൈകാൽ കോച്ചിന് അതിന് മരുന്ന്, അങ്ങനെ പ്രാവുകൾ തീറ്റ കൊടുക്കുന്നതിന് മരുന്ന്. ഞാനിത് ഫേസ്ബുക്കിലിടുമ്പോൾ ആരെങ്കിലും ഗുണമുണ്ടാവുമെന്നാണ്. അയാൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചെറുവ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾ മരിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ നമ്മുടെ ഫേസ്ബുക്കിൽ ഈ ലൈക്ക് അടിക്കലൊക്കെ ഒരു കൃത്രിമമാണെന്നാണ് എൻ്റെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. സിറ്റി ജോസഫിൻ്റെ പുസ്തകം ഇറക്കാൻ തീരുമാനിച്ചിട്ട് എത്ര പേരാണ് അത് ലൈക്ക് അടിച്ചത്? പിന്നെ ആരെങ്കിലും ഓർത്തു പോകും? എത്രയോ പുസ്തകങ്ങൾ ഇറങ്ങി, ആരും കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. അപ്പം നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഭയങ്കരമായ അകൽച്ച വന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നത്. പക്ഷേ നാം പരമാവധി പറ്റാവുന്നതൊക്കെ നമ്മൾ ചെയ്യണം. എൻ്റെ ഭാഗത്തും ഞാൻ സ്വാർത്ഥമതിയായി ഈഗോയിസ്റ്റായിട്ട് മാറുന്നു എന്നുള്ളതാണ് ധാരണ എനിക്ക് തോന്നുന്നത്. ചിലപ്പോഴൊക്കെ നല്ലതാണെന്ന് തോന്നും. നമ്മൾ അധികം സ്നേഹവും വിനയവും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറ്റൊരു രീതിയിലേക്ക് ആഘോഷിക്കപ്പെടുകയാണ്. അപ്പോൾ അതിനിപ്പോൾ അത് ചെവി കൊള്ളാനോ അത് തല വെച്ച് കൊടുക്കാനോ അവർ ചവിട്ടുമ്പോൾ കാല് വെച്ച് കൊടുക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല വാസ്തവത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതേപോലെ തന്നെ. എന്നാൽ വേറൊരു സാഹചര്യമുണ്ട്. നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി അത് വലിയ തെറ്റിയിരിക്കപ്പെടുന്നതാണ്. ഈ അടുത്താണ് നമ്മുടെ ഗോപീകൃഷ്ണൻ പറഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത്. ആ ഔറംഗസീബിൻ്റെ മരണസമയത്ത് അദ്ദേഹം എല്ലാവർക്കും പാപം ചെയ്തവരോടൊക്കെ തെറ്റ് പറഞ്ഞിട്ട് മാപ്പ് കിട്ടിയാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുള്ളൂ ധാരണയുള്ളതുകൊണ്ട് എല്ലാവരും ഈ മരണകാല സമയത്ത് എല്ലാവരോടും മാപ്പ് പറയുമായിത്ര. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ശിവജിയോടാണ് ഏറ്റവും കൂടുതൽ മാപ്പ് പറയേണ്ടത്. അങ്ങനെ ആളെ വരുത്തി ശിവജിയോട് മാപ്പ് പറഞ്ഞു എന്നാണ് വാട്സപ്പ് സന്ദേശം. പക്ഷേ ഗോപീകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നു, ഈ ശിവജി മരിച്ചിട്ട് 10-20 വർഷം കഴിഞ്ഞിട്ടാണ് ഔറംഗസീബ് മരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വൈരുദ്ധ്യം മനസ്സിലാക്കിയാൽ ചിരിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ആരാണ് ചിന്തിക്കുന്നത്? അപ്പോൾ അതങ്ങനെ നടക്കുകയാണ്. ഒരു ഭാഗത്ത് നമ്മുടെ ഹൃദയശൂന്യത, അടുപ്പമില്ലായ്മ, യാന്ത്രികത, അതൊക്കെ നമ്മളെ വല്ലാതാകുന്നു. മറുഭാഗത്ത് കൃത്രിമ നുണകൾ. ഈ അടുത്താണ് രാവുണ്ണിയുടെ പോസ്റ്റ് കണ്ടത്. രാവുണ്ണി ഈ വൈഖരി പോലെ നടക്കുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കുത്തിത്തിരിപ്പ് പ്രശ്നങ്ങളും. രാവുണ്ണി മഹാമോശക്കാരനാണെന്നും ഭയങ്കര ഏകാധിപതി സ്വേച്ഛാധിപതി എന്നൊക്കെ പറയുന്നു. പലരും പറയുന്നു വേറെ രീതിയിൽ കണ്ടു. എനിക്ക് താല്പര്യം തോന്നുന്നു, രാവുണ്ണിയെ പോലുള്ള സ്വേച്ഛാധിപതി ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതാക്കാൻ പറ്റുമോ? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ല. പണ്ടത്തെ കേരളമ്മയുടെ ഓർമ്മ കൊണ്ടായിരിക്കും. എന്തായാലും ഈ അവസ്ഥയിൽ നമ്മളെല്ലാവരും ഇടതുപക്ഷമാണെന്ന് പറഞ്ഞിട്ടും ഞാൻ ഇതുപോലെ തന്നെയാണ് ഈ ജനസംസ്കാര സമിതി ഉണ്ടാകുന്നത്. എല്ലാവരും SFIക്കാരും പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും പിരിച്ചു പോയി. അതിനെ കണ്ടാൽ മിണ്ടുകയില്ല. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ വിഷമമുണ്ട് വാസ്തവത്തിൽ. എന്നാൽ അതേ സ്ഥലത്തിൽ തന്നെ നമുക്ക് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്തു തീർത്തില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ബന്ധങ്ങൾ പോലും നമ്മൾ ഉയർത്തി പിടിക്കേണ്ടതാണ്. ആ ബന്ധങ്ങൾ കൃത്യമല്ലാതെ നോക്കി എല്ലാവരും കൃത്രിമമായി ചിരിക്കുന്നതാണെന്ന് കരുതിയാൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോകും. ഈ ജീവിതം എന്തിനാണെന്ന് തോന്നിപ്പോകും. ഒരു അർത്ഥമില്ലാത്തതായി തോന്നിപ്പോകും. അവനവൻ്റെ കുടുംബം അവനവൻ്റെ പ്രശ്നങ്ങൾ അവനാൻ തന്നെയാണെന്ന് എഴുതി പോകും. ഇപ്പം മോഹൻ സിത്താരയുടെ കാര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും.
മോഹൻ സിത്താര നല്ല കഴിവുള്ള സമയത്ത് എല്ലാവരും എത്തുമായിരുന്നു. ഇപ്പോൾ ആരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാറില്ല. അവൻ പിടിച്ചു നിർത്തിയ ആളുകളൊന്നും ശ്രദ്ധിക്കാറില്ല. ഇത് നമ്മുടെ പൊതു സ്വഭാവമാണ്. നമ്മൾ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ എത്ര പേരാണ് നമ്മൾ ഗംഭീരമാണെന്ന് തോന്നും. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കണമെന്ന് തോന്നുന്നത് തന്നെ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ പേരിട്ടാൽ മാത്രമേ ഞാൻ ജീവിച്ചിരിക്കുക, അല്ലെങ്കിൽ മരിച്ചു എന്ന് വിചാരിച്ചു പോകും. അത്രയും കൃത്രിമത്തിൻ്റെ രൂപമാണ്. ചിലപ്പോൾ എന്നോട് ചോദിക്കും, ഇപ്പോൾ ഒന്നും കാണാനില്ലോ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ അവർ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അത് കൃത്രിമത്തിൻ്റെ അപ്പോൾ സ്നേഹത്തിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മൾ വലിയ പുകഴ്ത്തി പറയുന്നതിനേക്കാൾ എത്രയോ ഗംഭീരമാണ് ഒരാൾ. ചിലപ്പോൾ അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായില്ലേ. ചിലപ്പോഴൊക്കെ ഒറ്റപ്പെട്ട് ആളുകളെല്ലാം വിളിച്ച് സുഹൃത്തുക്കളോ കുട്ടികളോ ഞാൻ പിടിപ്പിച്ച കുട്ടികളോ ആരെങ്കിലുമൊക്കെ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തും. ചിലപ്പോൾ ആശുപത്രി കൊണ്ടുപോയി ഓർമ്മപ്പെടുത്തും, ചിലപ്പോൾ ഗ്രാമസഭയിലത്തെ പ്രവർത്തനം ഓർമ്മപ്പെടുത്തും, ചിലപ്പോൾ പാർട്ടി പ്രവർത്തനം നടന്ന അന്നത്തെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും, ക്ലാസ് എടുത്ത കുട്ടികൾ ചിലപ്പോൾ ഓർമ്മപ്പെടുത്തും. അതൊക്കെ ഒറ്റപ്പെട്ട് വളരെ സന്തോഷം. ചിലർ അവരെ പഠിപ്പിച്ചതായിട്ട് ഓർക്കുമില്ല, ചിലർ പഠിപ്പിച്ചു എന്ന് തന്നെ പറയും, ചിലർ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെന്ന് പറയും, ചിലർ രാഷ്ട്രീയത്തിൽ ഞാൻ തന്നെ കൊണ്ടുവന്ന ആളുകളുണ്ടാവും, പക്ഷെ അവർ തീരെ തിരിച്ചു നടക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. അല്ല, ഇതെല്ലാം ഈ ലോകത്തിൻ്റെ ഒരു സംഗതികളാണ് എന്ന് ഞാൻ ആമുഖമായിട്ട് പറയുകയാണ്. പക്ഷേ സമൂഹം ഭയങ്കര അപകടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ധർമ്മസ്ഥലത്തെ കഥ കേട്ടു. ധർമ്മസ്ഥലയിൽ കുട്ടികൾ എത്രയാണ്? 10,000-ഓളം ആളുകൾ മിസ്സിങ് കേസുകളാണ് കാണുന്നത്. ഈ ഒരു പെൺകുട്ടിയുടെ വിശേഷം നമ്മൾ കേട്ടു. അനന്യഭട്ടിൻ്റെ മകളുടെ വിശേഷം കേട്ടു. അനന്യഭട്ടിക്ക് ഭട്ടിനുണ്ടായ സംഭവം ഈ ഇന്ത്യയിൽ തന്നെയാണോ? നമ്മളിങ്ങനെ ഇന്ത്യയിൽ തന്നെയാണ് ഇന്ത്യയെന്ന് ചോദിക്കേണ്ട ഗതികേടാണ് പലപ്പോഴും ഉണ്ടാവുന്നത്. ആ ധർമ്മസ്ഥലത്തിൽ 4000 ഏക്കറിനുള്ളിൽ ഉണ്ടാവണം. അപ്പോഴേക്കും അത് ജാതി മതത്തിൻ്റെത്. ആ അമ്പലത്തെ തകർക്കാൻ വേണ്ടി, മഞ്ജുനാഥ ക്ഷേത്രം തകർക്കാൻ വേണ്ടി സുഡാപ്പികൾ ഉണ്ടാക്കിയ സംവിധാനം എന്നായി. എന്തിന് മനാഫ് അവിടെ പോകണം എന്നായി പിന്നെ ചോദ്യം. മനാഫിന് പോയിക്കൂടെ? അവിടെ എല്ലാവരും നമ്മുടെ മലയാളി മാധ്യമങ്ങളൊന്നും അംഗീകരിക്കണം. അവർ ചെന്ന് സംസാരിച്ചിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അവർ എത്രയോ മുമ്പ് കേസ് കൊടുത്ത കേസൊക്കെ ഇല്ലാതായി. നമ്മുടെ ഈ കേരളീയക്കാരനായുള്ള പത്മാവതി എന്നൊരു പെൺകുട്ടി പോയിട്ട് മിസ്സിംഗ് ആയിട്ട് കാണാണ്ട് അവർ അന്വേഷിച്ച് പിടിച്ച് നടന്ന് ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകളാണ്. കമ്മ്യൂണിസ്റ്റ് അവിടെ ഇലക്ഷൻ നിൽക്കരുത് പറഞ്ഞു. അവിടെ ജാതിക്കോമരങ്ങൾ ഭൂസ്വാമികൾ വീട് ഒഴിപ്പിക്കുന്നതിനെതിരെ നിന്നു. അതാണ് അവർ ശത്രുക്കളായത്. അദ്ദേഹത്തോട് വാർഡ് മെമ്പറായി നിന്ന സ്ഥാനാർത്ഥി പഞ്ചായത്ത് മെമ്പറായി നിന്നപ്പോൾ ആൾ പിന്തിരിയാൻ തീരുമാനിപ്പിച്ചു. അതിൻ്റെയൊക്കെ ദേഷ്യം തീർക്കാൻ ഈ കുട്ടിയെ ഉപയോഗിച്ചു. കുട്ടിയെ കൊന്നു, കാണാൻ സാധിച്ചില്ല. കുറവ് ദിവസം കഴിഞ്ഞിട്ട് അത് എല്ലും തോലുമായി ചീഞ്ഞളിഞ്ഞ് ശരീരമാണ് കിട്ടിയത്. ഇതെല്ലാം നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ തടഞ്ഞെങ്കിൽ ഇത്ര കുഴപ്പമുണ്ടാകുമായിരുന്നില്ല. തുടക്കത്തിൽ തടയാത്തതുകൊണ്ടും നമ്മുടെ ജനാധിപത്യ രീതിയിൽ നമ്മൾ കൃത്യമായി ഐക്യപ്പെടാതിരിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആളുടെ 4 മൃതദേഹം കൊലപാതകത്തിന് ഈ ദൃശ്യ സിനിമയുടെ രൂപത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. വാസ്തവത്തിൽ എല്ലാം ഈ നമ്മുടെ പ്രതികരണശേഷി നഷ്ടപ്പെടുമ്പോൾ നാടൊക്കെ നഷ്ടപ്പെടുകയാണ്. ഞാൻ നാട്ടിൽ ഇനി ഈ ഗ്രാമസഭയ്ക്ക് 88 രൂപ ഉപയോഗിക്കണം. അത് പല പ്രാവശ്യം ആളുകളൊക്കെ ഏൽപ്പിച്ച് പോകും, തോറും വീണ്ടും 0യിലേക്ക് പോകും. ഇപ്പോൾ ഞാൻ കണ്ടത് ഈ കുട്ടികൾ മദ്യത്തിനടിമയായിട്ടിരിക്കുകയാണ്. മദ്യം എന്ന് പറയുന്നത് കഴിക്കേണ്ടത് അവർക്ക് ഔവാൻ കഴിക്കാൻ പെൺകുട്ടികളില്ലാണ്ട് അവർ വീട്ടിൽ ജോലി കഴിഞ്ഞ് തിരികുമ്പോൾ വട്ടട്ടിരിക്കും, ഒരെണ്ണം കഴിക്കുക 2-3 കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ അവർ തർക്കമാകുമ്പോൾ നിസ്സാര കാര്യങ്ങൾ അടി പിടിയൊക്കെ ഉണ്ടാവുകയാണ്. ചിലപ്പോൾ ഒക്കെ അത്യുകൊണ്ട് ഇതിങ്ങനെയാണ് പലരും മരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും മദ്യം വിൽക്കുന്ന രാഷ്ട്രീയക്കാർക്ക് അറിയേണ്ട പ്രശ്നമില്ല. ഈ അടുത്തുണ്ടായ സംഭവം 2 വീട്ടിൽ അമ്മമ്മ ബോധം കെട്ട് വീണു. അവർ കുടിച്ചില്ല, സന്തോഷത്തിലിരുന്നാണ്. കുടി കഴിഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം എന്തോ നിസ്സാരം പറഞ്ഞു. ഒരാൾ തള്ളിയിട്ടു, തല കൊണ്ടിടിച്ച് അപ്പനെ ചത്തേനെ. മറ്റാൾ അത് എഴുന്നേറ്റ് വന്ന് മുഖത്ത് പിടിച്ചു, പല്ല് ചുണ്ടൊക്കെ പൊട്ടി സ്റ്റിച്ചായി. അത് കേട്ട അമ്മ ഹോസ്പിറ്റലിൽ തലയിട്ട് വീണു, ഹോസ്പിറ്റലിൽ കൊണ്ടു. മറ്റേ അമ്മ ഒരു വലിയ ആരോഗ്യ പ്രശ്നത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നൊരമ്മയാണ്. ഞാൻ ചെല്ലുമ്പോൾ ശ്വാസം പോലും ഇല്ലാത്ത പോലെ അവസ്ഥ. മറ്റവന് കുടിച്ചിട്ട് വിവരമില്ല. പോലീസുകാർ വന്ന് പോവുകയും ചെയ്തു. ഇതിലെല്ലാം കാണുമ്പോൾ അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുമോ? ഈ അവർക്ക് കുടിക്കാത്തപ്പോൾ നല്ല കുട്ടികളാണ്, അവർക്ക് ജോലിൻ്റെ പണിക്ക് പോകുന്നുണ്ട്, അവർക്ക് പെണ്ണ് കിട്ടുന്നില്ല. എന്നാൽ എല്ലാവിധ കള്ളത്തരം ചെയ്യുന്ന മോട്ടോർ സൈക്കിളിൻ്റെ പിന്നിൽ പെൺകുട്ടികൾ പോകാൻ ഇഷ്ടം പോലെയാണ്. ഇവർക്ക് പെണ്ണുമില്ല. അതുകൊണ്ട് തന്നെ ഒരു മദ്യം കഴിക്കുകയും ചെയ്യും. ഇതെല്ലാം സാമൂഹിക പ്രശ്നങ്ങളാണ്. ഈ മദ്യം ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഈ അടുത്താണ് 40 ലിറ്റർ മദ്യം പിടിച്ചു എന്ന് പത്രത്തിൽ കേട്ടത്. ഇന്നലെയാണ് PK ഫിറോസിൻ്റെ അനിയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, എന്തെങ്കിലും ആവട്ടെ, പേര് വിലാസം കൂടി ബുജേറിന് പിടിച്ചു എന്ന് പറഞ്ഞത്. കഞ്ചാവ് പുതികളാണ്. അപ്പോൾ വിനീഷ് കൊടിയേരിയുടെ പോസ്റ്റും കൂടി വന്നിട്ടുണ്ട്. ശരിയാണ്, അന്ന് കാലത്ത് ഈ മയക്കുമരുന്ന് പിടിച്ചപ്പോൾ
അച്ഛനെതിരായിട്ടും വീടിന് വരുന്നതിനും സാരോപദേശം പറഞ്ഞതിൽ പ്രമുഖനാണ് അപ്പോൾ കെ ഫിറോസ്. അപ്പോൾ ഇപ്പോൾ കെ ടി ജലീൽ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്നല്ല തുടങ്ങേണ്ടത്. വീട്ടിലിത് മദ്യം മയക്കും മരുന്ന് ചെയ്യണമെങ്കിൽ ആളുകളെ അറിയിക്കണ്ടേ? അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചില്ല. അപ്പോൾ നിയമലംഘനം നടത്തിയത്. ഇപ്പോൾ ഇതെല്ലാം വ്യക്തികളായി ചെയ്യുന്നതാണ്. അവരൊന്നും കുറ്റപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും ശരിയല്ല. പക്ഷേ മറ്റൊരാൾക്ക് വരുമ്പോൾ വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം കുറിഷിക്കരുത്. അതേ അവസരത്തിൽ തന്നെ മുഖ്യമന്ത്രിയും കുറിഷിക്കരുത്. എന്നാൽ തെറ്റുണ്ടെങ്കിൽ എതിർക്കുക തന്നെ വേണം. പാർട്ടിക്കാരൻ ഏറ്റെടുക്കണം. ആ നേരത്ത് പാർട്ടി അനുകൂലമായിട്ട് നിലനിൽക്കരുത്. നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യത്തിൽ പോലെ തന്നെ പാർട്ടി നിലപാടെടുക്കണം. അത് അവർക്ക് വിട്ടുകൊടുക്കണം. തെറ്റ് ചെയ്ത അവർ ശിക്ഷിക്കപ്പെടട്ടെ. എന്തായാലും ഈ നമ്മുടെ ഇതിൽ നിന്നെല്ലാം എന്താ മനസ്സിലാക്കുന്നത്, പി കെ ഫിറോസിൻ്റെ അനിയൻ പോലും മയക്കുമരുന്നിന് അടിമ. അത് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കൂ. ബാക്കി എല്ലാവരും ഇട്ടുള്ളൂ. അപ്പോൾ അവർ പറയും മുസ്ലിങ്ങളുള്ളവരൊക്കെ മദ്യത്തിന് അടിമയായി, മയക്കുമരുന്നിന് അടിമയായി. എന്നാൽ സി പി എമ്മിൻ്റെ ആളുകൾ കുടിക്കുന്നില്ലേ? മദ്യത്തിന് അടിമകളായിട്ടില്ലേ? അവർ പിടിക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ പറയുന്ന പലരും പാർട്ടിക്കാരിലത്തെ ആളുകൾ പ്രധാനമല്ല, അവർക്ക് മദ്യം മേടിച്ചു കൊടുക്കും, മയക്കുമരുന്ന് മേടിച്ചു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇലക്ഷൻ കാലത്ത് എല്ലാം കാണാം. ഇതെല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇതിനെ എതിർപ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ മയക്കുമരുന്ന് വേടൻ കഞ്ചാവ് വലിച്ചപ്പോൾ എന്തായിരുന്നു എല്ലാവർക്കും പ്രശ്നം? അവൻ കറുത്തതാണോ മറ്റാണോ ഇപ്പോൾ എന്താ പ്രയാസമൊന്നുമില്ലേ? എല്ലാം മുസ്ലിം നിയമങ്ങളും എല്ലാം പള്ളിയും പെരുന്നാളൊക്കെ ഉള്ളതല്ലേ മുസ്ലിമായിട്ട്. ഇനി ക്രിസ്ത്യാനികൾ ഉണ്ടാവില്ലേ? ക്രിസ്ത്യാനികളെയും പിടിക്കുന്നില്ലേ? എത്രയോ ലഹരി മരുന്നുമായിട്ട് ക്രിസ്ത്യാനികൾ പിടിക്കുന്നില്ലേ? നാർക്കോട്ടിക് ജിഹാദ് അവിടെ ബാധകമല്ലേ? മറിച്ച് ഹിന്ദുക്കളും പിടിക്കുന്നില്ലേ? ഇതൊക്കെ സാധിക്കുന്നത് എന്താ ഇതിന് അർത്ഥം വരുന്നത്? ഏത് വീട്ടിലും ഇപ്പോൾ ഏതൊരു MLA-യുടെ മകനാണ് കഞ്ചാവിൽ പ്രതിയായത്. അപ്പോൾ നമ്മുടെ കേരളം എങ്ങനെയാണ് പോകുന്നത്? കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നതാണ്. ഇത് നല്ല ഗുണമാണോ ഉണ്ടാകുന്നത്? ആ സമയത്താണ് കോടന്നൂർ സമരമൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത്. കോടന്നൂർ സമരം ആ പാവങ്ങൾ 6001 ദിവസമായി. അതുപോലെ തന്നെ 1481 ദിവസം സത്യാഗ്രഹം നടത്തുക. ഇപ്പോൾ അവരിൽ ഈ മേച്ചേരി സേതുമാധവൻ അദ്ദേഹം എത്രയോ പ്രാവശ്യം ഇരിക്കണു, ഇപ്പോഴും ഇരിക്കണു. അതുപോലെ തന്നെ അരിമ്പൂർ കൊടക്കാടൻ ജോസഫ്, മങ്കുഴി രാജേഷ്, അതുപോലെ നായങ്കര അന്തോണി ഷീജ, പുളിപ്പറമ്പിൽ അരുൺ, പരിപ്പൂക്കാരൻ ശശി, മുരളീധരൻ, പെരുമ്പള്ളിശ്ശേരി ജയന്തി, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇരിക്കുകയാണ്. അത് കാര്യം തുറന്നു, കോടന്നൂർ ബാർ തുറന്നു. നല്ലൊരു സ്ഥലമായിരുന്നു, അത് നശിപ്പിച്ച് കിട്ടി. അവിടെ അടിയും കുത്തും ഗൂഢാലോചനയും പെൺവാണിഭത്തിൻ്റെയൊക്കെ ആസൂത്രിതമായിട്ടാണ്. പെൺവാണിഭം ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. ഈ അടുത്താണ് UP നിന്ന് ഒരു മകള് 2 ആംഗ്ലിമങ്ങളും വരുന്നത്. ആ മകളെ തട്ടിക്കൊണ്ടുപോയി മറ്റേ സെക്സ് റാക്കറ്റിൻ്റെ കൈപ്പെടുന്നു. അവസാനം അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ സെക്സ് റാക്കറ്റ് പുറത്തിരിക്കും. കുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുക്കുന്ന ലോബി ഇഷ്ടം പോലെ ആയിരിക്കുന്നു. ഇതെല്ലാം രാഷ്ട്രീയക്കാർക്ക് അറിയുന്നു വേണ്ടേ? അതിന് ഇവരുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നത്? സത്യത്തിൽ ഇവരൊന്നും ഈ കൃത്യമായിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ കോടന്നൂർ പോലെ സമരം ചെയ്യുന്നവർക്ക് നിഷ്കളങ്കമായി കേസിന് ഒരുപാട് കാശ് വേണം. ആ കാശെല്ലാം ഇല്ലാണ്ട് അവർ നടപ്പാക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ സഹായിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം എന്നും കൂടിയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും ഒറ്റപ്പെട്ട സംഭവമായിട്ട് കരുതരുത്. ഇത് നമ്മുടെ ജനാധിപത്യത്തെ കുഴിച്ചുമുടുന്നതാണ്. നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തി ശക്തികളെ തടയിടാൻ പറ്റാത്ത രീതിയിൽ പ്രതിരോധശേഷി ഇല്ലാത്തവരാക്കി മാറ്റുന്നു. അത് മുതലാളി വർഗത്തിൻ്റെയും അതുപോലെ തന്നെ ജനവിരുദ്ധ മനുഷ്യരുടെയും വിജയമാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ തരത്തിൽ വേണം ഇതിനെ കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഇത്യാദി ചെറിയ സമരങ്ങളെ നിങ്ങൾ പിന്തുണയ്ക്കുകയും അനുമോദിക്കുകയും ഒക്കെ ചെയ്യണം എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്നത്, ഇപ്പോൾ ഈ ഒരു കോൺക്ലേവ് നടന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഫിലിം മേഖലയിൽ അരാജകത്വം ഉണ്ടാകുന്നു, മയക്കുമരുന്നിന് അടിമപ്പെടുന്നു ഒക്കെ കണ്ടു. നമ്മൾ ഷൈൻ ടോം ചാക്കോൻ്റെ കഥ കേട്ടു. അച്ഛൻ മരിച്ചു. ഇപ്പം ആൾ അതിൽ മാറി കൃത്യമായിട്ടും മാറ്റം വന്നു എന്നാണ് മനസ്സിലായി. നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ സിനിമാ നടന്മാർ, സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, ഡോക്ടർമാർ, പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർ, അനിയന്മാർ, അങ്ങളന്മാർ, അളിയന്മാർ, മക്കളൊക്കെ പെടുകയാണ്. എന്നിട്ടും നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ മദ്യം കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഇതിനെ സൈമിൾട്ടേനിയസ്ലി ബന്ധപ്പെട്ട് പോകുന്ന കാര്യമാണ്. മദ്യം കഴിക്കുന്നവർ കഞ്ചാവും വലിക്കും, കഞ്ചാവ് വലിച്ചവർ മദ്യം കഴിക്കും. അങ്ങനെ അത് മയക്കുമരുന്നും കൂടി പോകുമ്പോൾ നമ്മൾ പറയും ഇത് ഇവരെ തല്ലുകൊന്നാൽ ശരിയാവോ? ഇല്ല.
ഇപ്പോൾ വിദേശത്തൊക്കെ സോംബികൾ എന്ന് പറയുന്നത്, സോംബികൾ എന്ന് പറയുന്നുണ്ടല്ലോ, കുടിച്ച് അവരടിച്ചാലും കൊന്നിട്ടും കാര്യമില്ല. അപ്പോൾ അങ്ങനെ അടിച്ചിട്ടും കൊന്നിട്ടും കാര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് നാട്ടിലെ കുട്ടികളെ എത്തിക്കണോ എന്നുള്ള ചോദ്യം ഏത് പ്രബുദ്ധരായ രാഷ്ട്രീയ നേതാക്കളാണ് ചിന്തിക്കേണ്ടത്. തങ്ങൾക്ക് ജീവിതകാലമായി സൂക്ഷിക്കാൻ കുറേ രാഷ്ട്രീയ പ്രവർത്തക അണികളൊക്കെ ജയ് വിളിക്കാനുണ്ടാവും. ഒരു പേടിക്കേണ്ടെന്ന് വിചാരിച്ച് നടക്കുന്ന കപട രാഷ്ട്രീയക്കാരെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ 3 തരം മനുഷ്യരെയാണ് കണ്ടിട്ടുള്ളത്. ഒന്ന് അന്ധവിശ്വാസികൾ, ഒന്ന് കപടവിശ്വാസികൾ, രണ്ടാമത് അന്വേഷകർ. ഈ 3 കൂട്ടത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അന്ധവിശ്വാസികൾ അധികം. അവർ 2 തരം ഉണ്ടാവാം. ചിലർ വളരെ സത്യസന്ധരായിട്ടായിരിക്കും, ചിലർ തനി മൂഢവിശ്വാസികളുമായിരിക്കും. മറ്റൊന്ന് കപടവിശ്വാസം, അവരുടെ ചെറു ന്യൂനപക്ഷമാണ്. അവർ നല്ല കാറ്റ് കുപ്പായിടും, കാല് കുപ്പായിടും, വെള്ള കുപ്പായിടും, ചുവപ്പിടും, പച്ചയിടും, നീലക്കിടും. പക്ഷെ അതിലും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ വിശ്വാസികൾ, അന്ധവിശ്വാസികൾ ആളെ പീഡിപ്പിച്ച് അവർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഒരുക്കി കൊടുത്ത് അവർ മുകളിൽ കയറിക്കും, അവരുടെയൊക്കെ തലയിൽ കയറിക്കും. എന്നിട്ട് അവരെ കൊണ്ട് അനുയായികൾ ജയ് വിളിപ്പിക്കും, അവരുടെ കാലിൽ കഴുകി വെള്ളം കുടിപ്പിക്കും. മറ്റൊന്ന് അപൂർവം കുറച്ച് പേരാണ് ഈ അന്വേഷകർ. അവർ സത്യം തുറന്ന് പറയും. രാജാവ് നഗ്നനാണെന്ന് പറയേണ്ടി വരും, ഇത് ശരിയല്ല എന്ന് പറയേണ്ടി വരും. നിങ്ങളുടെ പെൺകുട്ടികളെ ഇങ്ങനെ അപകർഷിച്ച് തെറ്റാണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ശശി ചെയ്ത് തെറ്റാണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ കോൺഗ്രസ്സിലുള്ള ഇപ്പോൾ കരുവന്നൂർ സഹകരണ സംഘത്തിൽ മാത്രമല്ല ഇരിഞ്ഞാലക്കുടയിലും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള രാഷ്ട്രീയക്കാരും സഹകാരികളും എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതെല്ലാം നമ്മൾ മൊത്തത്തിലാണ് എടുക്കേണ്ടത്. ഓരോ പാർട്ടിക്ക് വിധിച്ചു കൊടുക്കരുത് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഈ സിനിമ മേഖലയിലുള്ള സ്ത്രീകൾ അഭിനയിക്കണമെങ്കിൽ തങ്ങൾ പലതും അവർക്ക് കീഴ്പ്പെടണമെന്നും അത് അവകാശമാണെന്നും അതൊരു പാരമ്പര്യ നടപടിക്രമമാണെന്നും വിശ്വസിക്കുന്ന ആളുകൾ കേട്ടു. പക്ഷേ ക്ഷേമ കമ്മിറ്റിയിൽ വന്ന റിപ്പോർട്ട് കേസെടുക്കുകയില്ല, അത് അവസാനിച്ചു പോയി വാസ്തവത്തിൽ. അതിപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട് സിനിമ എങ്ങനെ മെച്ചപ്പെടുത്തണം കോൺക്ലേവ് നടത്തിയിരിക്കുകയാണ്. ആ കോൺക്ലേവ് എനിക്ക് നല്ല ശുഭകരമായിട്ടുള്ള 1-2 കാര്യം, 1.5 കോടി രൂപയുടെ അടിസ്ഥാനത്തിൽ SC/ST ആളുകൾക്ക് സിനിമാ നിർമ്മാണം നടത്താൻ സഹായം നൽകും എന്നൊരു പ്രഖ്യാപനം ഗംഭീരമായി. അപ്പോഴേക്കും അത് വിവാദത്തിലേക്ക് പെട്ടിരിക്കുകയാണ്. അപ്പോൾ അടൂർ ഇത് ശരിയല്ലെന്നും അവർക്ക് വേണ്ട രീതിയിൽ സഹായ സഹകരണങ്ങളും പ്രോത്സാഹനവും പഠനവും നടക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പറഞ്ഞ രീതി ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പുഷ്പാവധി തീർച്ചയായിട്ടും അത് പിന്നോക്ക ആളുകൾക്ക് അവർക്ക് വിഷമം അനുഭവിക്കുന്നവരാണ്. ഇത് കൊളരുതായ്മയാണ്, ഒരു സവർണതയുടെ ഭാഗമായിട്ട് ചിത്രീകരിച്ചാൽ തെറ്റില്ല. പക്ഷേ ഇത് രണ്ടും അപകടകരമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, ഒരാൾ സവർണനായി ജനിച്ചതുകൊണ്ട് മാത്രം അയാളെ കോർണർ ചെയ്യരുത്. മറ്റത് അവർണായി ജയിച്ചുകൊണ്ട് അവരെയും കോർണർ ചെയ്യരുത്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാൻ പാടില്ല, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാൻ പാടില്ല. ഈ രണ്ടും അപകടമാണ്. അങ്ങനെ അപകടമുണ്ടായാൽ ഈ രണ്ടുണ്ടായി അത് മത തീവ്രവാദികൾക്കും സവർണ മോഹികൾക്കുമാണ് ഗുണം ചെയ്യുള്ളൂ. എല്ലാവിധ ഒരു ആൾ സവർണനാണ് ജനിച്ചതുകൊണ്ട് അയാളെ സവർണ ലോബിക്ക് വിട്ടുകൊടുക്കരുത്. അതുപോലെ തന്നെ അവർണായി ജനിച്ചുകൊണ്ട് അവനെ മൗലികവാദികളായി തനി വെറുപ്പിൻ്റെ വിഷമത്തിലേക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ അർത്ഥത്തിൽ ശരിയാണ്, സിനിമ പിടിക്കുമ്പോൾ അതിൻ്റെ പ്രായോഗിക വശങ്ങളൊക്കെ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ, ശ്രമം നടത്തിയാൽ, സഹായിച്ചാൽ അവർക്ക് അപകടം കൂടാതെ നഷ്ടം വരാതെ നടത്താൻ കഴിയും എന്നുള്ള സതുദ്ദേശമാണെങ്കിൽ നല്ലത്. മറിച്ച് അത് രീതി പറഞ്ഞത് ശരിയല്ല. ആരാണിത് ചോദിക്കാൻ? അതെല്ലാം ഒരു ജന്മികളെ പോലെ സംസാരിക്കരുത്. അതൊക്കെ മാറ്റം വരുത്തേണ്ട സമയം കഴിച്ചു. ഉദ്ദേശശുദ്ധി നല്ലതായിരിക്കാം, ചോദിക്കാൻ പാടില്ല. ചിലപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കും. ആ പ്രതിഷേധത്തിനൊക്കെ ഇങ്ങനെ സംസാരിച്ചാൽ എന്താണ് അത് സർവർണനായതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ സവർണ വീട്ടു കുഞ്ഞുമോ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സവർണതയുടെ മുദ്രകളൊക്കെ പതിഞ്ഞുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. താൻക്കെതിരായിട്ട് ആരും പറയാൻ പാടില്ല എന്നാണോ? ഈ സാധാരണക്കാരും ഒക്കെ ഉള്ള ആളുകളെല്ലാം അവർക്ക് പിന്നോക്കങ്ങൾക്ക് പണമില്ല, അവർ മുന്നോട്ട് വരണം. അത് അദ്ദേഹം സമ്മതിക്കുന്നു. അതിന് പ്രായോഗിക പരിശീലനവും മറ്റുമൊക്കെ കൊടുക്കണം. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ നാട്ടിൽ സബ്സിഡികളുണ്ട്. ഈ സബ്സിഡി വാങ്ങിക്കൂട്ടാൻ മാത്രമാണ് ആഗ്രഹം. ഇപ്പോൾ നമ്മുടെ ഒരു കാര്യം ഉദാഹരണം പറയാം. ഈ കൃഷിഭവനിൽ നിന്ന് എത്രയോ ചെടികളെ കൊടുക്കുന്നത്, എത്രയോ കിഴങ്ങ് വർഗ്ഗങ്ങളെ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ രാജ്യത്തിന് അന്യ പ്രദേശങ്ങൾക്ക് തമിഴ്നാട്ടിൽ കയറ്റി അയക്കാൻ മാത്രം സാധനങ്ങൾ നടപ്പാക്കുന്നുണ്ടോ? ഇത് മേടിച്ച് എന്താ ചെയ്യുന്നത്? ഒരുപാട് ഫണ്ട് സബ്സിഡികളൊക്കെ നമ്മളെങ്ങനെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്? അത് വീട് പണിയാനായിരിക്കും, അല്ലെങ്കിൽ വേറെ കടം വീട്ടാനായിരിക്കും. അത് വേണ്ട രീതിയിൽ പ്രയോജനം. ഇപ്പോൾ ഒരു കച്ചവടത്തിന് വേണ്ടി മേടിച്ച പൈസ
പൈസ അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുണ്ടോ? എങ്ങനെ അത് ദുരുപയോഗിച്ച് കാശ് ലാപ്സാക്കാം, അടയ്ക്കാണ്ട് വരെ അടയ്ക്കാതിരിക്കാം എന്നാണ് നമ്മുടെ ചിന്ത. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗുണം ഉണ്ടാവില്ല. ഇവിടെ എത്രയോ പദ്ധതി ഹരിജനങ്ങൾക്ക് മറ്റൊക്കെ പദ്ധതികളുണ്ട്, എത്രയോ കോടി ഉപയോഗിച്ചു, അതിൻ്റെ അടുത്തിട്ടുകാർ അത് തട്ടിച്ചെടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് സബ്സിഡികളുണ്ട്, അതിൽ വേണ്ടപ്പെട്ടവർ വീതിച്ചെടുക്കും. അതൊക്കെ ഇവിടെ നടക്കുന്നതാണ്. അപ്പോൾ വേണ്ട ഈ ജനങ്ങളുടെ കോടിക്കണക്കിന് പണം കൃത്യമായ സ്ഥലത്തെത്തില്ല. ഇവിടെ കൃത്യമായ സ്ഥലത്ത് എത്തണം. അവർക്ക് വേണ്ട രീതിയിൽ നല്ല പ്രതിഭകളായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ആരാണ് ഒരു പെൺകുട്ടിയുടെ ഞാൻ പോസ്റ്റ് കണ്ടു. അപ്പോൾ അത് കൃത്യമായിട്ടും വേണ്ടപ്പെട്ട ആൾക്ക് കിട്ടി അത് ഗുണകരമായി മാറും ചെയ്യും. അത് ആ ഉദ്ദേശത്തിലാണെങ്കിൽ നല്ലതാണ്. മറിച്ചാണെങ്കിൽ തിരിച്ചവിടേണ്ടതാണ്. അത് സജീചെറിയാൻ തന്നെ പറഞ്ഞു. എന്തായാലും അത് നന്നായി. അപ്പോൾ വിവാദങ്ങൾ അവസാനിക്കില്ല വാസ്തവത്തിൽ. എന്തായാലും ഗുണകരമാവട്ടെ. പക്ഷേ ഈ പരസ്പര സ്പർദ്ധ ഒരു അനാവശ്യമായി ജാതി എല്ലാവരും കുത്തി കടത്തുന്നത് അപകടകരമാകും. അതുപോലെ തന്നെ കറുപ്പിനെ എല്ലാം കറുപ്പുള്ളത് കൊണ്ട് തന്നെ സത്യമാമാരുണ്ടാവുന്നതും അപകടമാണ്. ഇപ്പോൾ വേടൻ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് സ്ത്രീപീഡനത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ സ്ത്രീപീഡനം ആര് നടത്തിയാലും അല്ലെങ്കിൽ അവരെ കുട്ടികളെ ദുരുപയോഗം ചെയ്താൽ ആ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ മാനസികാവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് തകർക്കേണ്ടത്. അതിന് കുട്ടികൾ തമ്മിൽ മിങ്കിൾ ചെയ്ത് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അതിന് ജൂമ്പ നേതൃത്വം സ്കൂളിലാണ് അത് ചെയ്യേണ്ടത്. അത് എന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ. കുട്ടികൾ പെൺകുട്ടികൾ ഒരു ഉപകരണമായി ചിത്രീകരിക്കാൻ പാടില്ല, തിരിച്ചുമാകാൻ പാടില്ല, ATM കാർഡുകളായി ഈ പുരുഷന്മാരും ഉപയോഗിക്കാൻ പാടില്ല. രണ്ടിൻ്റെയും മധ്യത്തിൽ കൂടെ കിടക്കുന്നു പോകേണ്ട, രണ്ട് പരസ്പര സ്നേഹവിശ്വാസത്തിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഈ സമൂഹവും നമ്മളെല്ലാവരും കൂടിയാണ്. വേടൻ്റെ കാര്യത്തിൽ നേരത്തെ വന്നിരുന്നു ദീനു, അവരിൽ ഇടപെട്ടൊരു കേസാണ്. അത് തെറ്റാണെന്ന് പറയുകയും മാപ്പ് പറയുകയും ചെയ്തു. രണ്ടാമത് വന്നത് ആ കുട്ടിയുടെ സംസാരം കേട്ട് ഒരു പ്രാവശ്യം ഉണ്ടായി, 4-5 പ്രാവശ്യം അവരുടെ ഓഫീസിൽ പോയി എന്ന് പറയുമ്പോൾ അവിടെ തടയാൻ നമുക്ക് ബാധ്യതയില്ല. അതോ ഇവരുടെ പ്രശസ്തിയിൽ കൂടെ സഞ്ചരിക്കാമെന്നാണോ? എന്തായാലും വേടനെ പോലുള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കണം. അവരുടെ കഴിവെല്ലാം നശിപ്പിച്ച് കളയരുത്. കലാഭവനിലെ ഒരുപാട് കേസ് കേട്ടിട്ടുണ്ട്. വിനായകൻ ചെയ്തു കൂട്ടുന്ന ചില അയാൾ കറുത്തുകൊണ്ടോ താഴ്ന്ന ജാതിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടോ തങ്ങൾ ചെയ്യുന്നത് അസഹ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വെച്ച് പൊറിപ്പിക്കാൻ സാധിക്കില്ല. അത് ശരിയാവും ഏറ്റവും പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവർ അങ്ങനെ ആയിത്തീരാനും സാഹചര്യമുണ്ട്. വലിയ സവർണ ആളുകളും ചെയ്യുമ്പം നിശബ്ദരായിരിക്കുന്ന സമൂഹവുമാണ് നമ്മുടേത് എന്നും കൂടി മനസ്സിലാക്കണം. അല്ലാതെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ കേരളീയ നവോത്ഥാനം അതുണ്ടാക്കും. ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എനിക്ക് തോന്നിയത് EMS എന്തുകൊണ്ട് അയ്യങ്കാളിയിലേക്ക് ശ്രദ്ധിച്ചില്ല. EMS തന്നെ പറയുന്നു, ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല, ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ അത് തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അത് ക്ലിയറാണ്. EMS നമ്പൂരിപ്പാടി ആയതുകൊണ്ട് EMSനെ തള്ളി പറയുന്നത് ശരിയാണോ? EMS നമ്പൂരിപ്പാടായി പ്രവർത്തിച്ചുവോ? നമ്പൂരിത്തം കാണിച്ചുവോ? അതോ പൊക്കൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുവോ? മത്സ്യമാംസാദി ഔദാര്യത്തിൻ്റെ പ്രശ്നമല്ല, പൊക്കനും അതിനേക്കാൾ ഉയരം കൂടിയ ആണെന്ന് തോന്നുന്നു. EMSനെ ഒറ്റക്കൊടുത്തുവോ? ഇല്ലല്ലോ. അങ്ങനൊരു കൂട്ടായ്മയുണ്ട്. ഇവിടെ എല്ലാവരും കൂടണം. സവർണനും അവർണനും എല്ലാവരും കൂടി മാനവികതയ്ക്ക് വേണ്ടി സമത്വത്തിന് അനുകൂലമായി, ജന്മത്വത്തിനെതിരായി, പീഡനത്തിനെതിരായി, ചൂഷണത്തിനെതിരായി നിൽക്കണം. എല്ലാവരും പരസ്പര വിരുദ്ധമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ നമ്മൾ തോൽപ്പിക്കാൻ ഇവിടെ മുതലാളിത്തിന് കോർപ്പറേറ്റുകൾക്ക് കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സന്ദർഭത്തിൽ ഞാൻ മറ്റൊരു കാര്യം, ഞാൻ VS-ൻ്റെ മരണവുമായി ബന്ധപ്പെടുകയാണ്. കണ്ണേ കരളെ മുത്തേ എന്നൊക്കെ നമ്മൾ വിളിച്ചു പറയാണ്. ആരാണ് കണ്ണേ കരളെ മുത്തയെന്ന് പറഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ടാണോ പറയേണ്ടത്? അത് ജീവിച്ചിരിക്കുമ്പോഴാണോ? ഞങ്ങൾ ഈ സൈമൺ ബ്രിട്ടോൻ്റെ അവാർഡ് VS-നാണ് കൊടുത്തത്. അത് കാരണം എല്ലാ പ്രായമായിട്ടുള്ള ആളുകളും അവൻ്റെ കാലങ്ങളെല്ലാം ജീവിച്ച് ശ്രമിച്ച് അവസാന കാലങ്ങളിൽ ആരും ഇല്ലാതായി പോകും. മോഹൻ സിത്താരയുടെ കാര്യം കഴിഞ്ഞ വീഡിയോയിലാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. VS-ഉം അതുപോലെ തന്നെയായി. അധികാരം ഇല്ലാണ്ടായപ്പോൾ എല്ലാവരും വിട്ടെറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരൊക്കെ ചേക്കേറി, കിട്ടിയ സാധനങ്ങളൊക്കെ കയറി, വലിയ സ്ഥാനങ്ങൾ കൈവരിച്ചു. പിന്നെ അങ്ങ് ഒരു കാര്യം വേണ്ടില്ല. T ശശിധരൻ ഒറ്റയ്ക്കായി. ഇപ്പോൾ T ശശിധരനും കയറിപ്പോയിട്ടുണ്ട്. എല്ലാ വിവരങ്ങളും മനസ്സിലായിട്ടാണ് അദ്ദേഹം പോയിട്ട് അതുകൊണ്ട് സൂക്ഷിച്ചാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഞാൻ VS-നെ ദൈവമായിട്ട് കണക്കാക്കുകയല്ല. പക്ഷേ VS-നെ ഈ കണ്ണേ കരളെ എന്ന് പറയുമ്പോൾ നാം ഉൾക്കൊള്ളുന്നുണ്ടോന്നുള്ള പ്രശ്നം. ഞാൻ കോളേജിൽ പഠിക്കുന്നിടത്ത് എനിക്ക് VS-ന് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം കുത്തിത്തിരിപ്പുകാരനാണ് ഞങ്ങളുടെ ധാരണ ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായപ്പോഴാണ് ശരിക്കും അദ്ദേഹത്തിനെ നമ്മൾ സന്തോഷം. എന്താ വെച്ചാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു. അത് ഒരുപക്ഷെ തന്ത്രമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഉയരുന്നതായിരിക്കാം. എന്തായാലും അദ്ദേഹം ഉയർന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് കണ്ടത്. അത് ജനങ്ങൾക്ക് വലിയ ഉപകാരമായി. മൂന്നാർ സംഭവം അതാണ് ഉണ്ടാക്കിയത്. മൂന്നാർ സംഭവം വലിയൊരു കേരളത്തെ മാറ്റിമറിക്കുന്ന സംഭവമായിരുന്നു.
ആ സംഭവം കൃത്യമായി ഏറ്റെടുത്തിരിക്കുന്നത് നന്നായുമായിരുന്നു. ഞാൻ ഇവിടെ കുട്ടനാട് സ്കൂളുകൾ തൊട്ട് ഈ അഞ്ചേരി പുത്തൂർ പോകുന്ന വഴിയിലത്തെ മതിലുകളൊക്കെ പൊളിച്ച് ഇറക്കി കെട്ടിയിരുന്നു. പക്ഷേ തോൽപ്പിക്കാൻ വേണ്ടി വി എസിൻ്റെ പ്രാമാണികത്വം കുറയ്ക്കാൻ വേണ്ടി അത് തോൽപ്പിച്ചു കളഞ്ഞു. ഇപ്പം എന്താ മൂന്നാറിലുണ്ടായേ? ഒരു സംഗതി ഉണ്ടായില്ല. ആരാ തോൽപ്പിച്ചത്? മാരാരികുളത്തിലും തോൽപ്പിച്ചു. ഇതെല്ലാം ഒന്നിൽ തുടങ്ങിയതല്ല. വി എസും വി പി ചെറിയാനും അവരൊക്കെ അടിച്ചിരുത്തിയിട്ടുണ്ട്. അതിന് പിണറായി വിജയന് സഹായം ഉണ്ടായിട്ടുണ്ട്. ഗൗരിയമ്മനെ പുറത്താക്കിയപ്പോൾ ഗൗരിയമ്മേനെ മക്കളുടെ പ്രായമുള്ള കുട്ടികളാണ് ഗൗരിയമ്മയെ കുറ്റം പറഞ്ഞത്. അതിന് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് എന്ന് പറയാൻ ആർക്ക് എം സ്വരാജ് പറഞ്ഞു എന്ന് വരും. കാരണം നേതൃസ്ഥാനീയരായുള്ള ചിലപ്പോൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല. അവർക്ക് പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യും. ആ പ്രീതിപ്പെടുത്തതിൻ്റെ പേരിൽ അവർക്കൊക്കെ സ്ഥാനം കിട്ടിയെന്നാണ് പെരുപ്പങ്കോടി മുരളി അദ്ദേഹം പറയുന്നത്. അതൊരു ശരിയും കൂടിയുണ്ട് വസതി. ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു കുട്ടി, അഞ്ചേരിയിലുള്ള കുട്ടി, പി എസ് ഷീലയുടെ മകൻ നല്ല മിടുക്കനാണ്. ബ്രാഞ്ചിൽ പറഞ്ഞു ഈ കുട്ടല്ലൂർ സഹകരണ സംഘത്തിലത്തെ കൊള്ളരായ്മ ശരിയല്ല, നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ബ്രാഞ്ചിൽ പിന്നെ എൽ സിയിലേക്ക് വിട്ടില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് കൊണ്ടാണ് ആ കുട്ടി നല്ല ഉറച്ച ആശയത്തിലുള്ളതുകൊണ്ട് വേറെ വിരുദ്ധ രാഷ്ട്രീയത്തിൽ പോകുന്നില്ല. ഇത് നമ്മൾ കണ്ടുപിടിക്കും. ഇത് എല്ലായിടത്തും കാണാം. ഞാൻ പലയിടത്തും കാണുന്ന ബ്രാഞ്ചുകളിൽ സൊസൈറ്റി മെമ്പറാവാൻ ലോൺ കിട്ടാൻ ഉള്ള ആളുകളാണ് അധികം. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ആളുകൾ നിശബ്ദരായി പോകുന്നു എന്നുള്ളതാണ്. ഇതെവിടേക്കാണ് ചെന്നെത്തുക? ഇവിടെ പണ്ട് കാലത്ത് അരിവാൾ ചിറ്റിയിൽ മാത്രം കുത്തുന്ന ആളുകൾ ഇന്ന് അരിവാൾ ചിറ്റി വിട്ടിട്ട് കുത്താൻ കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇപ്പോൾ നമ്മൾ പാലക്കാട് വിജയിച്ചില്ല. പാലക്കാട് ജയിക്കേണ്ട സ്ഥലമായിരുന്നു, ആ വിജയിച്ചില്ല. അതിന് കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ഉറച്ച പാർട്ടി പ്രവർത്തകർ തന്നെ ഇതിനും തിരിച്ച് വോട്ട് കുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഇടതുപക്ഷക്കാരനും സി പി എമ്മിൻ്റെ അനുഭാവി നിലയ്ക്കാണ് ഈ സന്ദർഭത്തിൽ സംസാരിക്കുന്നത്. അതിനെനിക്ക് നാണക്കേടുമില്ല. സി പി എമ്മിനെ രണ്ട് തരത്തിൽ ഞാൻ കാണുന്നു. സി പി എം നിലനിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അതിൽ കൊടികുത്തിയ കള്ളന്മാരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിനർത്ഥം സി പി എമ്മിനെ എതിർക്കുന്ന ആളുകളുടെ അവർ അത്രത്തോളം ഗുണകരമായിട്ടുള്ള ആളുകളാണോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ആ സി പി എമ്മിനേക്കാൾ മോശമായ ആളുകളാണ് അവരാണെന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ അവരുടെ കയ്യടി കിട്ടാൻ അവരുടെ മൗത്ത് പീസ് ആവാൻ എനിക്ക് പറ്റില്ല. കോൺഗ്രസ്സുകാരും നശിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഗുണമുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. എന്നാൽ ഈ വി ഡി സതീശൻ്റെ ചപ്പടാച്ചി പരിപാടികൾ ഗുണമുണ്ടാവില്ല. ഈ വി ഡി സതീശനാണെങ്കിൽ പിണറായി വിജയനേക്കാൾ ഏകാധിപതിയാവാനാണ് സാധ്യത. വി ഡി സതീശനെയും ഗുണമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അയാളെ നിയന്ത്രിക്കുന്ന നിർത്തണം. അവസരത്തിൽ സുധാകരൻ അതിനേക്കാൾ വലിയ ഭീകര സംഘമാണ്. അപ്പോൾ ഈ പിണറായി വിജയനെ കുറ്റം പറഞ്ഞിട്ട് തെറ്റില്ല, അയാളെ സ്വേച്ഛാധിപതി സ്വഭാവത്തെ എതിർക്കുക തന്നെയാണ്. പക്ഷേ വേറൊരാൾക്ക് സ്വേച്ഛാധിപതി സ്വഭാവം ഉണ്ടാകുമ്പോൾ നമ്മളത് എതിർക്കാണ്ടിരിക്കുന്നു. ഇപ്പോൾ മാങ്കൂട്ടത്തിൽ ഇപ്രാവശ്യം പത്രക്കാരോടൊക്കെ ചാടി കടിച്ചെന്താ അതിൻ്റെ വേറെ വേർഷനാണ് കടക്ക് പുറത്തു എന്നുള്ളത്. അത് രണ്ട് രീതി തന്നെ കാണണം നമ്മൾ. മാധ്യമങ്ങൾ നിഷ്പക്ഷമായി നിലനിർത്തില്ലെങ്കിൽ മാധ്യമങ്ങളിലുള്ള ബഹുമാനം കുറഞ്ഞു പോകും. അതും കൂടിയുണ്ട് പ്രശ്നം. ഞാൻ തിരിച്ചു വരാം. വി എസിൻ്റെ പ്രധാനപ്പെട്ട അന്ന് അങ്ങനെ നടന്നിരുന്നെങ്കിൽ മാറ്റമുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനം. വി എസിനെ ഇപ്പോൾ ആക്രമിക്കുന്നൊരു സംഗതി കൂടി ഉണ്ടായി. ഏത് മുസ്ലിം രാഷ്ട്രം ഉണ്ടാകുന്നു. എന്താ പ്രശ്നം? എൻ ഡി എഫ് എന്നുള്ള സംഘടനയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആ എൻ ഡി എഫിൻ്റെ ആഗ്രഹം അതാണ് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളത്. ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, സിറിയയും കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ രാഷ്ട്രം ഉണ്ടാവാൻ പാടില്ല എന്ന് ആരും ആഗ്രഹിച്ചു പോകും, നമ്മൾ ആഗ്രഹിച്ചു പോകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. പക്ഷേ അത് മാധ്യമ ചർച്ചകളിലെല്ലാം അത് വെട്ടിമാറ്റി പറഞ്ഞു. ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞു. അതിൻ്റെ ആദ്യം പ്രവർത്തകൻ തന്നെ പറഞ്ഞു. വാസ്തവത്തിൽ അന്ന് പറഞ്ഞ കാര്യം വി എസ് പറഞ്ഞ വളരെ ശരിയാണ്. ഇവിടെ വളരെ ഗൗരവമായിട്ടുള്ളൊരു ജാതി ഈ മതമൗലികവാദം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ശരിയാണ്. അത് മനസ്സിലാക്കാതെ പ്രീണിപ്പിച്ച് പാണക്കാടും മുസ്ലിയാരികളെയും കാന്തപ്പുറത്തേക്ക് കൊണ്ടു നടന്നാൽ ഹിന്ദു വോട്ടുകൾ ആസ്യത്തിൽ നിൽക്കുന്നവർക്ക് അവർ വേറെ വഴി മാറിപ്പോകുമെന്നുള്ളത്. അത് മാറിപ്പോയി കഴിഞ്ഞിട്ട് വർത്താൻ കൊണ്ട് കാര്യമില്ല. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായുള്ള സ്രോതസ് ഹിന്ദു സമുദായമാണ്. ആ വിശാലമായൊരു സമുദായത്തിൻ്റെ ആളുകളാണ് അവരെ മതം മതി. ഗോവിന്ദമാഷ പറഞ്ഞ പോലെ അള്ളാഹ് മഹാസംഭവവും ഗണപതി മഹാമോശമാണെന്ന് പറഞ്ഞാൽ ഇനി ആരും സമ്മതിക്കില്ല. മാത്രമല്ല ഗോവിന്ദമാഷ് അത് വിവരം അറിയുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ അതെല്ലാവരും മാറ്റി തീർക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വി എസിന് ധൈര്യം ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നട്ടില്ലവർക്ക് എല്ലാവരും ഫാസിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു, ഭരണഘടനയെ കുറിച്ച് പിടിക്കുന്നു പറഞ്ഞു, ബി ജെ പിയുടെ അക്രമരാശി എന്ന് പറഞ്ഞു. ആ ബി ജെ പിയുടെ അക്രമരാശി ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. ബി ജെ പിയുടെ ആകാത്തി കുറച്ച് സ്വഭാവം ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. ഒരു പാർട്ടിക്കെതിരായിട്ട് ഒരാൾ പറഞ്ഞാൽ അങ്ങനെ ആഫീസ് പൊട്ടിക്കാൻ പാടില്ല. ഇപ്പോൾ ഈ ഡോക്ടർ അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പ്രശ്നങ്ങൾ, അതിൻ്റെ പേരിൽ അയാളെ ക്രൂശിക്കാൻ പാടില്ല. അതേ ദിവസത്തിൽ
കൂട്ടത്തിൽ തന്നെ വീണ ജോർജിനെയും ക്രൂശിക്കാൻ പാടില്ല. വീണ ജോർജ് ജയിക്കാതെ രക്ഷപ്പെടാൻ വേണ്ടി ക്യാപ്റ്റനെന്നും മഹാസംഭവം എന്നും പറയും. പക്ഷേ വീണ ജോർജ് മോശക്കാരിയാണെന്ന് ഞാൻ വിശ്വാസമില്ല. നന്നായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. വളരെ വിശദമായി ചർച്ച ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതാണ്. പിന്നെ എല്ലാവരും മുന്നിൽ മുട്ടിലെഴിയുന്ന സ്വഭാവം വീണ ജോർജിന് ഇല്ല എന്നുള്ളത് ശരിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു കാര്യം പറയാം. കോട്ടയം മെഡിക്കൽ സംഭവം ഉണ്ടായി. 13 അത് പൊളിക്കാൻ പറഞ്ഞു. 13 കഴിഞ്ഞ് UDF വന്നു, പിന്നെ LDF വന്നു. ഈ ചുവപ്പ് നാടയിൽ പെട്ട് കഴിഞ്ഞു. ഇത് പൊളിക്കാണ്ടായി. ഇപ്പോൾ വീണു. താഴത്തെ നിലയിലെല്ലാം മുറിവിട്ടുണ്ടായിരുന്നു. മുകളിലൊരു മുറി തുറന്നു കൊടുത്തിട്ടുണ്ട്. അവിടെ മാറ്റാനാണ് അതിൽപ്പെട്ട്. അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞു ഇവിടെ ഈ അടിയിലത്തെ മുറി പൂട്ടി കിടക്കുന്നുണ്ട്, മുകളിൽ പറഞ്ഞുകൊണ്ട് 2 കുട്ടികളുടെ അമ്മേനെ കാണാതെ അത് കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് വേറെ ആരും അതിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് മെഡിക്കൽ കോളേജിലത്തെ ആൾ പറയുകയാണ്, സൂപ്രണ്ട് പറയണം. അത് കേൾക്കാതെ പാതി മന്ത്രിമാർ പറയുകയാണ് ഇവിടെ ആരും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന്. 2 കാരണമുണ്ടോ. ഒന്ന് അവർ എല്ലാം തിരഞ്ഞപ്പോൾ ഒന്നും കിട്ടിയില്ല അവിടുത്തെ ആൾ. പിന്നെ വരണമെങ്കിൽ JCB വരണം. JCB വിളിച്ചു. JCB വരണമെങ്കിൽ വഴിയില്ലെങ്കിൽ ആ പൊളിക്കണം. ആ പൊളിച്ച് ഇടനാഴിയിൽ കൂടെ വരുന്നു. 2 മണിക്കൂർ വൈകി എന്നുള്ളതാണ്. ഇതെല്ലാം ഈ വീണ ജോർജിൻ്റെ കുറ്റമാണോ? അത് ശരിയായിട്ടുള്ള നിലപാടല്ല. അങ്ങനെ നമ്മൾ കോർണർ ചെയ്യാൻ പാടില്ല. വന്ന് മാന്തിയപ്പോഴാണ് ഈ വീണേൻ്റെ പേരിലല്ല, ആ തലയിൽ ക്ഷതം കൊണ്ടിടിച്ച് അപ്പം തന്നെ മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അനാവശ്യമായിട്ട് ഒരു മെഡിക്കൽ കോളേജിനെയോ മന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയായിട്ടുള്ള കാര്യത്തിൽ ശരിയാണ്. ഈ പെരുമാറുന്ന കാര്യത്തിൽ, ഈ ഹാരിസൻ്റെ കാര്യത്തിൽ ഒരു അന്വേഷണവും പരിപാടിയും ഭീഷണിപ്പെടുത്തുന്നതും വീണ ജോർജ് അല്ലെങ്കിൽ ഭരണകൂടം ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അത് അപകടത്തിലേക്ക് വഴിയുള്ളൂ. അത് ശരിയായ നിലപാടുമല്ല. അതുപോലെ തന്നെ നമ്മുടെ റിയാസിൻ്റെ കാര്യം. റിയാസ് ശരിയാണ്, മരുമകൻ നിലയ്ക്ക് കുറച്ച് സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ടാവും, ഇല്ല ഞാൻ പറയില്ല. അതല്ല, അദ്ദേഹത്തിന് ദോഷം ചെയ്യും. ഇവിടെ ഇപ്പോൾ ഹൈവേ പൊളിഞ്ഞ കാര്യമാണ് ഉണ്ടായത്. അന്ന് എന്താണ് ജ്യോതി മൽഹോത്ര വന്നു എന്ന് പറഞ്ഞു. എന്ത് മാധ്യമങ്ങളെ പരിസരത്ത് അത് പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു, കണ്ടോ റിയാസ് രാജ്യവിരുദ്ധനായി മറ്റായി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സുരേന്ദ്രൻ്റെ അടുത്ത് എല്ലാവരും ആ മൽഹോത്രയുടെ പിന്നാലെ നിൽക്കുന്നത്. മാത്രമല്ല പിന്നീട് വിവിധ വീഡിയോകൾ കാണുന്നത് BJPയിലെ എല്ലാ പരിപാടിയിലും മൽഹോത്ര വരുന്നുണ്ട്. അപ്പം ഇല്ലാത്ത കുഴപ്പം ഈ റിയാസിൻ്റെ മുസ്ലിം ആയതുകൊണ്ട് കൊടുക്കാൻ പാടുണ്ടോ? അപ്പോൾ ഇത്യാദി രീതികൾ നമുക്ക് സമീപിക്കാം. റിയാസിനെ ഞാൻ അനുകൂലിക്കുന്ന ആളൊന്നുമല്ല, തെറ്റിന് എതിർക്കന്നെ വേണം. അപ്പോൾ നാഷണൽ ഗംഭീരമാകുമ്പോൾ ഞങ്ങളുടെ ആണെന്നും ദോഷം വരും ഞങ്ങളുടേതല്ലെന്ന് പറയുന്നത് ശരിയല്ല. ഇത് മോണിറ്റർ ഇപ്പോൾ പാലം വീണുണ്ട്, ആ പാലത്തിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധ വേണം. അപ്പോൾ തനിക്ക് അനാവശ്യമായിട്ടുള്ള അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ സ്വീകരിക്കരുത്. മരുമകൻ എന്നുള്ള രീതിയിലുള്ള സഹായം സ്വീകരിക്കാതിരിക്കുകയാണ് നല്ലത് നമ്മുടെ നാട്ടിൽ. അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കൂടുതലുണ്ടാവും. എന്തായാലും ഞാൻ നിഷ്പക്ഷമായി നിലനിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ഇവിടെ എല്ലാവരും കൂട്ടായി നിലനില്ലെങ്കിൽ രാജ്യം അപകടത്തിലേക്ക് പോകാൻ സാധ്യത കൂടുതലുണ്ട്. നമ്മൾ ആ തരത്തിലേക്ക് മാറ്റിയെടുക്കേണ്ട ആവശ്യകതയുണ്ട്. VSൻ്റെ കാര്യത്തിലേക്കാണ് ഞാൻ വന്നത്. പെരുപ്പങ്കോട് മുരളി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ VSന് ഒരു പ്രാവശ്യം വിളിച്ച് വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പ്രായപരിധി വെച്ചിട്ടാണ് ചെയ്തത്. പ്രായപരിധി കൂടുതലുള്ളവരും പിന്നീട് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അനുകൂലിക്കുന്ന ആളുകളെ മുഴുവൻ അപ്പോൾ പിന്നെ ഈ നമ്മൾ ഈ BJP തമ്മിൽ എന്താ വ്യത്യാസം? അവിടെയും സ്വേച്ഛാധിപതിയായിട്ടുള്ള ആളുകൾ അതന്നെയല്ലേ ചെയ്യുന്നത്, എവിടെയും ചെയ്യുന്നത് തന്നെയല്ലേ. ഈ ഭരണഘടനയെ നമ്മൾ പറയുമ്പോൾ ജനാധിപത്യവാദിയായിരിക്കണം, ജനാധിപത്യം ഉൾക്കൊള്ളുന്ന ഹൃദയം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ജനാധിപത്യം അത് സൂക്ഷിച്ചു പോകുന്നു എന്നുള്ളതാണ്. പാർട്ടി പ്രസ്ഥാനങ്ങൾ ജനങ്ങളിൽ നകന്നു പോകുന്നു. ഈ സ്വജനപക്ഷക്കാരും കള്ളന്മാരും ചതിയന്മാരും കൊലപാതക മനസ്സുള്ളവരും ഈ നാട്ടിൽ ഉണ്ടാവുന്നുണ്ട്. ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലുള്ള പാർട്ടി പ്രവർത്തകരെ പോലെയില്ല കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ, ഒരു സുഖിയന്മാരാണ്. അവിടെയുള്ളവർ പോരാ. അതുപോലെ തന്നെ കന്യാസ്ത്രീകളും, ഇവിടെയുള്ള കന്യാസ്ത്രീകളും അച്ഛന്മാരൊക്കെ നല്ല സുന്ദര കുട്ടന്മാരെ സുഖമായി ജീവിക്കുകയാണ്. അവിടെ മിഷണറി പ്രവർത്തകർ മരണത്തെ വയ്ക്കണം. രണ്ടാണ് വാസ്തവത്തിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും അതുപോലെ തന്നെ സുഖം വന്നു കഴിഞ്ഞാൽ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് വന്നാൽ സാഹചര്യം എല്ലാവരും മാറിപ്പോകും. അതിനെ ചോദ്യം ചെയ്യുന്ന സമൂഹം എപ്പോഴും നിലനിൽക്കണം. അവരാണ് ഞാൻ നേരത്തെ 3ാമത്തെ കൂട്ടർ അന്വേഷകരുണ്ട്. അതിൻ്റെ പേരിൽ അവർ പീഡനം അനുഭവിക്കേണ്ടി വരും. MN വിജയൻ മാഷെല്ലാം പറഞ്ഞത് വളരെ പശുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ, പശു എപ്പോഴാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? കയറ് വെട്ടി പോകാണ്ടിരിക്കുമ്പോൾ മാത്രമാണ്. അതുവരെ ഗംഭീരം എന്ന് പറയും. ഈ നായികര തൊഴിലാളികൾ എപ്പോഴുണ്ടാവുക? ആരെയാണ് ഒരു കഥ എനിക്ക് ഓർമ്മ വരികയാണ്. ചെക്കോവിൻ്റെ ഒരു ആളെ ജയിലിലിടുന്നു. ആ ജയിലിടുമ്പോൾ അയാളൊന്നും ചെയ്തിട്ടില്ല, എന്തോ വിമർശനം പറഞ്ഞ എൻ്റെ അടുത്താണ്. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ജയിൽ കൊണ്ടിട്ട ആൾ തിരിച്ചു വരും, ഇങ്ങോട്ട് ഈ ജയിലിലേക്ക് വരണം. അത് അയാളും ജയിലിൽ കൊണ്ടാണ്. അപ്പോൾ അയാൾക്കും അത് അനുഭവിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ ആരുടെ മുന്നിലും കീഴടങ്ങരുത്. അങ്ങനെ കീഴടങ്ങിയാണ്ടിരുന്നത് അത് CPM തകരുന്നതിൻ്റെ മാത്രമല്ല, ഈ മനുഷ്യ മോചനത്തിനുള്ള വിഘാതം സൃഷ്ടിക്കും. കേരള
കേരളം ഇരണ്ട യുഗത്തിലേക്ക് പോയിക്കൂടാ. നമ്മൾ വന്ന വഴികൾ മറന്നുകൂടാ. തീർച്ചയായിട്ടും അയ്യങ്കാളിയെ നമ്മൾ സ്മരിക്കേണ്ടതാണ്. അയ്യങ്കാളി നമ്മുടെ താഴ്ന്ന അല്ലെങ്കിൽ നമ്മുടെ അരികുവൽക്കരിക്കപ്പെട്ട ആളുകളും മൗലികവാദികളായി മാറാൻ പാടില്ല. അവർ വിശാലരാണ്. ഇപ്പോൾ നമ്മുടെ പേര് പെട്ടെന്ന് ഓർമ്മ പോകണം, അദ്ദേഹം പേര് കിട്ടുന്നില്ല, അദ്ദേഹം വളരെ ശ്യാംകുമാർ പറയുന്നു, ഞാൻ നമ്മുടെ ദളിത് ചിന്തകനെന്ന് പറയേണ്ടതാണ്, ഞാൻ മനുഷ്യവാദിയാണ്, ജനാധിപതി. വളരെ നല്ലൊരു മാറ്റമാണ് അത് കാണുന്നത്. എല്ലാവരും നമ്മൾ മനുഷ്യരായെന്നുള്ള ധാരണയിലാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ദളിതർക്ക് മാത്രം ഒറ്റയ്ക്കൊന്ന് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല, ക്രിസ്ത്യാനികൾക്ക് ഒറ്റയ്ക്കൊന്ന് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല, ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാം ഒരുമിച്ച് നിന്ന് വേണം യുദ്ധം ചെയ്യാൻ. എന്നിരുന്ന് തിന്മയ്ക്കെതിരെ, തങ്ങൾ ചെയ്യുന്ന തിന്മയ്ക്കെതിരേറ്റും സമരം ചെയ്യണം. അങ്ങനെ ദ്വിമുഖ സമരം കൂടി നടത്തേണ്ടതുണ്ട്. VSൻ്റെ ഓർമ്മകൾ കണ്ണേ കരളെ മുത്തേ എന്ന് പറയുക മാത്രമല്ല, ഞങ്ങൾ അവിടെ പോയിരുന്നു. അവിടെ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് ഈ CPIൻ്റെ ആൾക്കൂട്ടമായി അധപതിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം. ഞങ്ങളവിടെ നടന്നു. VSൻ്റെ വീടിൻ്റെ അവിടെ ഉണ്ടത് 2 വരിയായിരുന്നു ആദ്യം. പിന്നീട് എന്തുണ്ടായി, ഞങ്ങളെല്ലാം വളരെ പക്വതികളായി. അവിടെ ഒരു കൊച്ച് മുദ്രാവാക്യം വിളിക്കണ്ടായിരുന്നു. അതൊക്കെ കേട്ട് നിൽക്കുമ്പോൾ ഞാൻ ഇതുവരെ മുദ്രാവാക്യം കുറേ കാലം വിളിച്ചിട്ടില്ല, ഞാൻ പോലും വിളിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി. അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം അന്യദേശത്തെ ആളുകളെ പോലെ തോന്നി, സഖാക്കളാണെന്ന് തോന്നിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഖാവ്, ഒരു സുഹൃത്ത് ആലപ്പുഴയിൽ നിന്ന് കുറച്ച്, ആലപ്പുഴയല്ല വയനാട്ടിൽ നിന്ന് ആൾ കുറച്ച് ബിസ്ക്കറ്റ് കൊണ്ടുവന്നു. അപ്പോഴാണ് ഒരു സഖാവത്വം അവിടെ ഉണ്ടാവുന്നത്. ഞങ്ങളുടെ കയ്യിലുള്ള സാബുവിൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. ഞങ്ങളങ്ങനെ കൂട്ടായ്മ അവിടെ നോക്കിയപ്പോൾ വിവിധ സംസ്ഥാനത്തിലാണ്, വിവിധ കാസർഗോഡിൽ നിന്ന്, കൽപ്പറ്റയിൽ നിന്ന്, വയനാട്ടിൽ നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന്, ഇവിടെ നമ്മുടെ കണ്ണൂരിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, വിവിധ എറണാകുളത്ത് നിന്ന് വിവിധ ആളുകളുടെ ഒരു ക്രോസ് സെക്ഷനായിരുന്നു അവിടെ. ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ബന്ധങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. പലപ്പോഴും VSനോട് താല്പര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. തൊട്ടടുത്തുനിന്ന് ഒരാൾ സംസാരിച്ചു, ഞാൻ VSനോട് താല്പര്യമുണ്ട്, പക്ഷേ നോട്ട് ചെയ്യില്ല പാർട്ടിക്ക്, CPMന്, കാരണം അവർ അഹങ്കാരികളാണ്, അവർക്കൊരിക്കലും ഞാൻ നോട്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞു BJPക്ക് നിങ്ങൾ വർഗീയവാദികളൊന്നും ആവില്ല, അയാൾക്ക് വർഗീയവാദമൊന്നുമില്ല, പക്ഷേ അയാൾ ആരാണോ നല്ലത് ചെയ്ത് അവർക്ക് ഡ്യൂട്ടി ചെയ്യും എന്ന് പറയും. ഇത് പലപ്പോഴും എന്താ ഉണ്ടാവണമെന്ന് ഇവരെ എതിർക്കാൻ, ഏറ്റുമുട്ടാൻ സാധിക്കില്ല എന്ന് വരുമ്പോൾ CPMൻ്റെ ഈ ധാർഷ്ട്യത്തിന് എതിരായി BJPക്ക് വോട്ട് ചെയ്യുന്ന ഗതികേട് ഉണ്ടാക്കാൻ പാടില്ല, ഉണ്ടാവും എന്നുള്ളതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരുപാട് ഞങ്ങൾ ക്യൂ നിന്നു, മറിച്ച് ക്യൂ നിൽക്കാത്ത ആളുകൾ ഒറ്റ പേര് വന്നു, ക്യൂവിൽ ഒന്നുമില്ല, ചിലപ്പോൾ ഒരു ആൾക്കൂട്ടായിട്ട് അത് പതിച്ചു. എന്തുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ വിട്ട് സ്ത്രീകളൊക്കെ അമർന്ന് ശ്വാസം കിട്ടാതെ എൻ്റെ മുന്നിലേക്ക് ഒരു വയസ്സായ ആൾ മരിക്കുമെന്ന് എനിക്ക് പേടിച്ചു. അത് കാരണം എല്ലാവരും VSനെ കാണണമെന്ന് ആഗ്രഹം. പക്ഷെ അവിടെ കോമറേഡ്ഷിപ്പ് പോയി എന്നുള്ളതാണ്, ഒരു ആൾക്കൂട്ടമായി അധപതിച്ചു എന്നാണ്. ഇതെല്ലാം പഠനത്തിൻ്റെ കുറവുണ്ട് എന്നാണ്. ഈ VS ദൈവമല്ല, VSനും കുറ്റങ്ങളുണ്ട്, തെറ്റുകൾ. പക്ഷേ VSൻ്റെ കാലം, അതിൻ്റെ അനുഭവവും അയാളത്തിൻ്റെ പീഡനവും പ്രയാസവും ഒക്കെ കാണുമ്പോൾ വിമർശിക്കുമ്പോൾ അല്പം ആലോചിച്ചിട്ട് വേണം. ഗെയിമിന് വിമർശിക്കുമ്പോൾ അല്പം ആലോചിച്ചിട്ട് വേണം. അതിൻ്റെ നമ്മുടെ നിലയിൽ നിന്നുകൊണ്ട് അല്ല വിമർശിക്കേണ്ടെന്നല്ല, പക്ഷേ നേതാക്കളെ സൂചിപ്പിക്കാൻ വേണ്ടി വിമർശിക്കരുത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വെള്ളം കിട്ടാതെയാണ് ഇരിക്കും, പലരും വെള്ളം കൊണ്ടിരുന്നിട്ടുണ്ട്, വെള്ളം എടുക്കുന്നുണ്ട്. പക്ഷേ ഇതല്ല വേണ്ടിയിരുന്നത്. അവിടെയുള്ള ലോക്കൽ കമ്മിറ്റി, DFI ഒക്കെ പൊതിച്ചോറും എല്ലാം വെള്ളവും കാപ്പിയും ചായയും ഒക്കെ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതൊരു വലിയ സന്തോഷകരമായിരിക്കും. പക്ഷേ ഉണ്ടായില്ല. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ട്, ചില വീടുകളിൽ കാണുന്നത്. പക്ഷേ ഞങ്ങളുടെ ഭാഗത്ത് കണ്ടില്ല. ഞങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ എന്തോ തിരക്കാണെന്ന് പറയും. എന്നാലും VS കണ്ടു കഴിഞ്ഞാൽ നമ്മൾ VS ജീവിക്കുന്നല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഇതുപോലെ നടന്നില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഈ സാഗരത്തിൽ ലയിച്ചു തരാൻ പോയതാണ്. വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. നാളെ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ വഴി നടന്നു പോകുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാഴ്ച കണ്ടു. ഒരു മതിലിന്മേ ഒരു പെൺകുട്ടി കുറച്ച് വെള്ളം കൊണ്ടുവച്ചിരിക്കുന്നു. ആ വെള്ളം കൊടുക്കും. ദാഹിച്ചു വരുന്നവരായിരുന്നു എല്ലാവരും. ആ വെള്ളം കൊടുക്കുന്നതാണ് ആ കുട്ടിയാണ് യഥാർത്ഥ സഖാവ്. ബാക്കി ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാമായിരുന്നു, കുറ്റം പറയുകയല്ല. വാസ്തവത്തിൽ ആ ജനക്കൂട്ടം മനുഷ്യനെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആഴണ്ട് കമ്മ്യൂണിസ്റ്റ് സ്വാധീനം ഉണ്ടെന്നാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈ സ്വാധീനം നഷ്ടപ്പെടുത്തരുത്. VSനോടുള്ള സ്നേഹം കൊണ്ട് തിരുത്താൻ ശ്രമിച്ചില്ല എങ്കിൽ ഈ ജനക്കൂട്ടം തിരിച്ചു പോകാനും വർഗീയതയിലേക്ക് മറ്റൊക്കെ ജനക്കൂട്ടം മാത്രമാണ്. നമ്മുടെ പല ആളുകളും ഇപ്പോൾ ഈ അടുത്ത കാലത്തെല്ലാം എന്നോട് സംസാരിച്ചാൽ ഞങ്ങൾ ഒരിക്കലും വോട്ട് ചെയ്യില്ല, ഇവരുടെ അഹങ്കാരം, ഇവരുടെ കൊട്ടല്ലൂർ സഹകരണ സംഘത്തിൻ്റെ ബന്ധപ്പെട്ട് ഒക്കെ എന്നോട് പറഞ്ഞാണ്, ഒരിക്കലും പാർട്ടിക്കാരാണ്, പക്ഷേ ഞങ്ങൾ ഇവരുടെ അഹങ്കാരത്തിന് അടി കൊടുക്കും, പക്ഷേ ഇവർ തിരിച്ചു വരും, പക്ഷേ ഇവരുടെ ഭാര്യയും കുട്ടികളും തിരിച്ചു വരില്ല. CPM നശിക്കുന്നതുകൊണ്ടല്ല, CPM നശിച്ചിട്ട് ഇതിനേക്കാൾ മോശമായ ഒരവസ്ഥ വരുന്നത് ശരിയല്ലല്ലോ. അതാണ് കോൺഗ്രസ് കൂടെ നശിക്കാൻ പറ്റില്ല. കോൺഗ്രസും വളരെ പ്രധാനപ്പെട്ടാണ്. ഏത് കോൺഗ്രസ് ആണെന്നുള്ളതാണ് പ്രശ്നം.
സൂത്രം അഭിനയവും കള്ളത്തരമുള്ള കോൺഗ്രസ്, കാലത്ത് കോൺഗ്രസും വൈകുന്നേരം BJP ആവുന്ന കോൺഗ്രസ് എല്ലാം നമുക്ക് വരും. ഗാന്ധിയുടെ അല്ല, അതിന് ഞാൻ ഏക്കനിനെയൊക്കെ കുറച്ച് VS സൂര്യനെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. അവരൊക്കെ കുറച്ച് മുഖം നോക്കാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അതിന് അതുപോലെ ആദർശുദ്ധിയുള്ള ആളുകളൊക്കെ വളരെ വളരെ കുറവാണ്. TM പ്രതാപനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒക്കെ കാണാനില്ല. എന്തായാലും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം മാത്രമേ കേരളത്തിന് മാറ്റം ഉണ്ടാവുള്ളൂ. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് കേരളത്തിൻ്റെ കാര്യം അവസാനിപ്പിക്കാം. മതനിരപേക്ഷ കേരളം കിട്ടിയ കോട്ടയിൽ നിന്ന് പറന്ന് ആശാ വർമ്മ മുഹമ്മദ് ഗാലിബിൻ്റെ ചാരത്തണഞ്ഞു എന്നൊരു വാർത്തയാണ്. കേരളം ഇപ്പോഴും മോശമല്ല, ആരൊക്കെ എന്താ പറഞ്ഞാൽ. നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് പോരായ്മകളുണ്ടാവും, പക്ഷേ കേരളം ഇപ്പോഴും ഒരു പച്ചത്തുരുത്താണ്. ഈ നമ്മുടെ ആശാ വർമ്മ എന്ന് പറയുന്നത് UP നിന്നാണോ എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ. UP പെൺകുട്ടിയാണ്. മറ്റത് മുഹമ്മദ് ഗാലിബ് മുസ്ലിമാണ്. രണ്ടുപേരും പ്രയാണത്തിലായി. അവിടെ ആളുകൾ തല്ലുകൊല്ലാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് രക്ഷയില്ല. അത് ഇവിടെ വന്ന് സംരക്ഷണം കൊടുത്തു. ഇപ്പോൾ അവർ വിവാഹിതരായി ഗൾഫിലേക്ക് പറഞ്ഞ ചരിത്രം കൂടിയാണ്. അപ്പോൾ വാസ്തുതി എല്ലാവർക്കും ഒരു തുരുത്തായിട്ട് നിൽക്കേണ്ട സ്ഥലമാണ്. നമുക്ക് എത്ര സന്തോഷമായിരിക്കാം. ക്രിസ്ത്യാനി മുസ്ലിം എല്ലാവരും, ക്രിസ്ത്യാനി ഹിന്ദു കോൺഗ്രസും ഒക്കെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനം, ഇന്ന തെറ്റിനെതിരായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കൂടി ലോകത്തിൽ തന്നെ ഒരു പച്ചത്തുരുപ്പാണ് കേരളം. അത് നശിപ്പിക്കരുത്. അതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വൈലോപ്പള്ളിയുടെ പലപ്പോഴും ഞാൻ പറയുന്നത്, ഈ മാവ് പൂക്കും, മാനസമ്പളി വികസിക്കും, മനുഷ്യർ പരസ്പരം സ്നേഹിക്കും, വിഹരിക്കും എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കട്ടെ. അന്യൻ്റെ വാക്ക് സംഗീതം പോലെ ആസ്വദിക്കുന്ന ലോകത്തെ സ്വപ്നം കാണുന്നവർക്ക് കൂടുതൽ വിശാലവും മാനവികവുമായ സ്വപ്നങ്ങളുണ്ടാവണം, പ്രവർത്തനക്ഷമ ഉണ്ടാവണം. TP ചന്ദ്രശേഖരൻ്റെ ഓർമ്മകൾ എനിക്ക് ഓർമ്മ വരാണ്. VS ഓർക്കുമ്പോൾ അതും കൂടി വരുന്നു. TP ചന്ദ്രശേഖരൻ 51 വെട്ട് ഏറ്റ് മരിക്കുമ്പോൾ എല്ലാവരും ഒഴിഞ്ഞുപോയി, ആരും വരാതെയായി. ഇനിയിപ്പോൾ സുരേഷ് കുറുപ്പിൻ്റെ കുറിപ്പടിയൊക്കെ ഞാൻ കണ്ടു. പക്ഷേ TP ചന്ദ്രശേഖരൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീശയിലുണ്ടായിരുന്ന റെയിൽവേ ടിക്കറ്റ് സുരേഷ് കുറുപ്പിന് മകളുടെ കല്യാണത്തിന് വരാനുള്ള ടിക്കറ്റായിരുന്നു. എന്നിട്ട് പോലും സുരേഷ് കുറുപ്പിന് അന്ന് പോകാൻ പറ്റിയില്ല, ഭയന്നിരുന്നു. പക്ഷെ അവിടെ 2 പേരുടെ കാര്യം ഞാൻ എപ്പോഴും പറയും. ഒന്ന് VS പോയി, 2 സൈമൺ മൊറട്ടയാണ്. തൻ്റെ ഭിന്നശേഷിയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പലരുടെ സഹായം കൊണ്ടാണ് താൻ സഞ്ചരിക്കുന്നെങ്കിലും ആ സഖാവത്വം, ആ കോമറേഡ്ഷിപ്പ്, ആ കമ്മ്യൂണിസ്റ്റ് ബോധം അവരവിടെ എത്തിച്ചു. ആ രമയെ കെട്ടിപ്പിടിക്കാനും സ്വാതന്ത്ര്യപ്പെടുത്താനും VS കഴിഞ്ഞു എന്നുള്ളത് VSൻ്റെ മഹാത്മ്യമായിട്ട് കാണുന്നു. അതുപോലെ സൈമൺ ബ്രൂട്ടൻ്റെ ഉന്നതമായ കമ്മ്യൂണിസ്റ്റ് ബോധമായി കാണുന്നു. അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഈ സൈമൺ ബ്രൂട്ട് അനുസ്മരണ സമിതി VSന് അവാർഡ് കൊടുത്തത്. എന്തായാലും സുരേഷ് കുറുപ്പ് പിന്നെ പോയി എന്നുള്ളതാണ്. ഈ പിന്നെ ആക്കുന്നതാണ് അപകടം. അന്ന് 51 വെട്ടുള്ള സമയത്ത് തീർച്ചയായും എതിർത്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവില്ല. എന്തായാലും സുരേഷ് കുറുപ്പിനെ അവഗണിക്കപ്പെട്ടു. VSൻ്റെ പക്ഷക്കാരെന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരാളാണ്. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ആളാണ്. ഭരണ സംവിധാനത്തിൽ വരേണ്ട ആളാണ്. പക്ഷേ അത് ഈ മാർജിനൈസ് ചെയ്ത് വിഭാഗീയതയുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഗ്രൂപ്പുകളിൻ്റോ? ഇല്ല. പക്ഷേ ഇതൊക്കെ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ആ ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വീർപ്പ് മുട്ട് കഴിയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഒരു അപ്പക്കഷ്ണം കിട്ടും. സൊസൈറ്റി മെമ്പറോ വാർഡ് മെമ്പറോ അത് കിട്ടി തൃപ്തി അടയല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ടത്. നിരന്തര പോരാളിയായിരിക്കണം. മാനവികതയ്ക്ക് വേണ്ടി, മനുഷ്യത്തിന് വേണ്ടി. അതിന് RSSന് വേണ്ടി, RSSകാരനാണ് കഷ്ടപ്പെടുത്തിട്ട് അവിടെ നമ്മൾ ചെല്ലണം. ക്രിസ്ത്യാനിയാണ് കഷ്ടപ്പെടുന്നത്, അവിടെ ചെല്ലണം. മുസ്ലിമാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചെല്ലണം. നമുക്ക് ഒരു ജാതി മത രാഷ്ട്രീയമൊന്നും പാടില്ല. എവിടെ നീതി നിഷേധിക്കുന്നുവോ, എവിടെ പീഡനം അനുഭവിക്കുന്നുവോ അവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ അന്യൻ്റെ വാക്ക് സംഗീതം പോലെ ആസ്വദിക്കാൻ ലോകത്തെ സ്വപ്നം കൊടുക്കുന്ന മനുഷ്യർക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.